Good morning. Good morning, Good ma'am. morning, ma'am. Good morning. Morning. Good morning, ma'am. Morning. നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞായിരുന്നോ? ഇല്ല മാം. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. ആര് പ്രെയർ ചെയ്യും? അങ്ങനെയാണോ? ഇത് ഒറ്റ ബാച്ച് ആണ് കേട്ടോ, 3 ബാച്ച് ആണെന്നുള്ള ഇത് ആദ്യം കളയണം. നമുക്ക് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന ഒന്നാണ്. മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, ഏതൊരു സിറ്റുവേഷനിലും വരുന്ന ഒന്നാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെ മേർജ് ആകുന്നു നമ്മൾ പഠിക്കുന്നില്ലേ? കുട്ടികളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, സൈക്കോളജി. ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ് അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട. വി ഓൾ ആർ ഇൻ വൺ റൂം എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സോ പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. മിസ്സേ, ഞാൻ പറയാം. Heavenly Father, thank you for the gift of this morning. Fill my heart with your love and guide me throughout this day. Amen. ഓക്കെ, ഇനി നിങ്ങൾ ഷെയർ ചെയ്യണ്ടോ? ഞാൻ പറയുന്നത്, believe in everything God is doing. You may not see it now. You may not feel it yet. God is already placing everything exactly where it belongs. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുക. നിങ്ങൾക്കത് ഇപ്പോൾ കാണാനോ അനുഭവിക്കാനോ കഴിയുന്നുണ്ടാകില്ല, പക്ഷേ ദൈവം എല്ലാ കാര്യങ്ങളും അതിന്റെ ശരിയായ സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഈ 3 ബാച്ചിന്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, Good morning, all of you. Yeah, yes, I please. welcome Shami's to our class. We hope for a wonderful class and a lesson today to achieve our goals. Once again, I welcome all of you. Wishing you all the best. Thank you so much. And once again, a very huge abundance of thank you, because എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ. പ്രത്യേകിച്ചും 19 ബാച്ച്, കാരണം അവർക്ക് 10:30-ക്കാണ് ക്ലാസ്. അവര് 11:30-ലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 10:30 ക്ലാസ് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് അവരുടെ പല കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. സോ എ ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു ഫോർ എക്സ്പെഷ്യലി ഫോർ 19 ബാച്ച് ആൻഡ് ഫോർ 18 and 20 ബാച്ചസ് ഓൾസോ, ബിക്കോസ് നിങ്ങളൊരു ഗ്രൂപ്പിൽ വന്ന് മേർജ് ആകാനും ആ ഒരു വൺനെസ് ഫീല് കാണിക്കും എന്നാണ്. ഈ 3 ബാച്ചിനും കോമൺ ആയി വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസ് ഒരേ സമയത്ത് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം പലരുടെയും മെസ്സേജും കോളും ഒക്കെ അത് റിലേറ്റഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഏപ്രിൽ മെയ് ഒരു വെക്കേഷൻ വന്നതും അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. മീൻസ് അതിനു മുമ്പ് ചെയ്യാൻ പറ്റിയില്ല, അതിനുശേഷം എന്നുള്ള രീതിയിൽ. കാരണം പാർട്ട് 3 വരുമ്പോൾ ചെയ്താലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ കുറെ പേര് ടീച്ചിങ് ലെസൺ പ്ലാനിന്റെ ഡൗട്ട്സ് ചോദിച്ചു. ഞാൻ മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് അതിന്റെ ഒരു ഫോമാറ്റ് ഇടാം. കാരണം ലെസൺ പ്ലാൻ കുട്ടികൾ തന്നെയാണ് റെഡിയാക്കാറ്, ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഇല്ല. കുട്ടികൾക്ക് അനുസരിച്ചല്ലേ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെക്കില്ല ആക്ടിവിറ്റീസ്. അത് ട്രഡീഷണൽ മെത്തേഡിലാണ് ശരിക്കും. പക്ഷെ ഇപ്പൊ പല മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് സാധാരണ സ്കൂളുകളിലാണ്, CBSE അതുപോലുള്ള സ്കൂളുകളിലാണ്, ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലും ഒക്കെയാണ്. അപ്പൊ അവിടെ എന്തായാലും ഈ ഒരു ലെസൺ പ്ലാൻ ചോദിക്കും. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്യണ്ടെന്ന് വിചാരിച്ച് തന്നെത്താനെ ഒരു സിമ്പിൾ ലെസൺ പ്ലാൻ ഉണ്ടാക്കിയാൽ ദാറ്റ്സ് എനഫ്. ചില സ്കൂളുകാർ പറയും ഞങ്ങളുടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരവരുടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എന്തായാലും കുറച്ച് സമയം തരും, ഞാൻ അത് ശരിയാക്കാം. ടീച്ചിങ് മാനുവൽ ഈസ് വെരി സിമ്പിൾ. ടീച്ചിങ് മാനുവൽ എഴുതുന്നത് നമ്മുടെ രീതിക്കാണ്. നമ്മൾ ആ കുട്ടിയിൽ എന്ത് മാറ്റം കണ്ടു, ഇപ്പൊ ഞാൻ കാണുന്ന മാറ്റമായിരിക്കില്ല രേവതി കാണുന്നത്. എന്ത് മാറ്റം കണ്ടു നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് കുട്ടി അത് ചെയ്ത് അത് ഫിനിഷ് ചെയ്യണ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ലെസൺ പ്ലാനും ടീച്ചിങ് മാനുവലും തമ്മിലുള്ള ഡിഫറൻസ്. ടീച്ചിങ് മാനുവൽ നമുക്ക് എല്ലാ കാലവും ഒരു റെഫറൻസ് ആയിരിക്കും. എന്നുവെച്ചാൽ ലെസൺ പ്ലാൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുക, ഇനി അടുത്ത ദിവസം ഇത് പഠിപ്പിക്കണമായിരിക്കും, അടുത്ത ആഴ്ച മുഴുവൻ ഇതായിരിക്കണം എന്ന് പറഞ്ഞു. ടീച്ചിങ് മാനുവൽ നമ്മളൊരു കുട്ടിയുടെ പ്രോഗ്രസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് എഴുതി വെക്കുവാണ്.
അത് പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മളുടെ ഗ്രോത്തിനും. ഇനി നെക്സ്റ്റ് ഡേ അവന് ഏത് ആക്ടിവിറ്റി കൊടുക്കണം, അവന്റെ പൊട്ടൻഷ്യൽ ഏത് ഏരിയയിലാണെന്ന് നമ്മൾ കണ്ടെത്തി. ലെസൺ പ്ലാൻ ആകുമ്പോഴും ഒരേ ടോപ്പിക് എല്ലാ കുട്ടികൾക്കും, 30 കുട്ടികൾ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാം ഒരേ സംഭവമാണ് കൊടുക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിക്ക് അനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മിക്സഡ് വേർഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് മോണ്ടിസോറി മെത്തേഡാണ് സാധാരണ നടക്കുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ലെസൺസിലുണ്ട് കേട്ടോ. നമ്മളൊരു കുട്ടിയുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം, ഒരു നല്ലൊരു ബോണ്ടിങ് ബിൽഡ് ചെയ്യണം. അതിന് നമുക്ക് ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്. ആദ്യമേ കൊണ്ടുവന്ന് ഈ മെറ്റീരിയൽസ് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്ര അട്രാക്റ്റഡ് ഒന്നും ആവുമൊന്നുമില്ല. അപ്പൊ അതിനു മുമ്പ് അവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യണം. അതായത് ഡെവലപ്പിംഗ് എ പോയിന്റ് ഓഫ് കോൺടാക്ട്, അവരുമായിട്ടൊരു കോൺടാക്ട് ബിൽഡ് ചെയ്യാണ് ആദ്യം വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കഥ പറയാം, പാട്ട് പാടാം, അവരുടെ കൂടെ ഡാൻസ് ചെയ്യാം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുമായിട്ട് അങ്ങ് അടുക്കും, ഒരു കണക്ഷൻ വരും. അത് കഴിഞ്ഞ് നമ്മളെ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ എന്താണോ പറയുന്നത് അവിടെ ഒബീഡിയൻസ് തന്നെ ഉണ്ടാവുകയാണ്, അവർ ഒബീ ചെയ്യാനായിട്ട് തുടങ്ങും. ഇന്നലെ ഞങ്ങള് കുട്ടികളുടെ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ അതിന് ഓവർകം ചെയ്യാനായിട്ട് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താലാണല്ലോ ഇതുങ്ങൾ മൊബൈൽ സൈഡിലേക്ക് മാറ്റി വെക്കുള്ളൂ, അല്ലെങ്കിൽ മൊബൈൽ വേണ്ടാന്ന് പറയുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റിന്റെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. അതിന്റെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു ഇന്നലെ. സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ വെൻഡേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് വെച്ചപ്പോ അവിടെ ഒരു കാര്യം പറയുണ്ടായില്ല. അതായത് കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, അതായത് ഏതോ ഒരു പാരന്റ് ചെയ്ത കാര്യം സാർ അവിടെ പറഞ്ഞത്, കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും, അതിലൊരു 10 റുപ്പീസ് ഇടും. അങ്ങനെ കുട്ടി അതായത് ഇപ്പൊ പെൻസിൽ നല്ല രീതിയിൽ സ്കൂളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു കൊണ്ടുവരുന്നു, പ്ലേറ്റ് കഴുകി വെക്കുന്നു, സാധനങ്ങൾ കറക്റ്റ് അടുക്കി വെക്കുന്നു, ഷൂ റാക്കിൽ വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. അത് ചെയ്യുമ്പോൾ ഓരോ നല്ല ഡീഡ്സ് ചെയ്യുമ്പോൾ അതിനൊരു 10 രൂപ വെച്ചിട്ട് ഈ ബോക്സിലിടും. അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ഷൻ, ശരിയല്ലാത്തത്, ഇപ്പൊ പെൻസിൽ ഒടിച്ചു കളഞ്ഞിട്ട് വന്നു, അല്ലെങ്കിൽ ഷൂ അവിടെ വലിച്ചെറിഞ്ഞു, അപ്പൊ ഓരോന്നിനും 10 രൂപ തിരിച്ചതിന് എടുക്കും. അവസാനം ഒരു മാസം അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും ആ എത്ര ക്യാഷ് ഉണ്ടോ അത് കൂട്ടിയിട്ട് കുട്ടിയെയും കൊണ്ടുപോയി പുറത്തെവിടെയെങ്കിലും പോകും, അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനയുടെ ആയിട്ടുള്ളത്, അതായത് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പറയണം. ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാ പറഞ്ഞത്. കാരണം കുട്ടി പെൻസിൽ സൂക്ഷിക്കുക എന്നുള്ളതും കുട്ടി പാത്രം കഴുകുക എന്നുള്ളതും കുട്ടിയുടെ ഷൂ റാക്കിൽ വെക്കുന്നതും അവന്റെ ബിലോങ്ങിങ്സ് സൂക്ഷിക്കുക എന്നുള്ളതും അവൻ ചെയ്യേണ്ട കാര്യമല്ലേ. അതിന് കൂലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ ചെയ്യേണ്ട കാര്യത്തിന് അവന് കാശ് കൊടുത്താൽ പിന്നെ അവന്റെ മനസ്സിൽ അതാണ് ചിന്ത, ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഓൾ വാട്ട് എവർ ഐ ആം ഡൂയിങ്. ഞാൻ ചെയ്യുന്നതിനെല്ലാത്തിനും എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു എന്നുള്ളത്. നമ്മൾ അപ്രൈസൽ ചെയ്യാം, വെരി ഗുഡ്, അവനെ ഹഗ് ചെയ്യുക, ഒരു കിസ് ചെയ്യുക, അതൊരു ബോണ്ടിങ് കൂട്ടുവാണ്. അപ്പം അമ്മയ്ക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമായി, അല്ലെങ്കിൽ അച്ഛന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അച്ഛനും മോനും കൂടെ ഒരു ബൈക്കിൽ കയറി എവിടെയെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരിക, അതൊക്കെ ആയിരിക്കും അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യങ്ങള്. കാശ് കൊടുക്കുമ്പോ അവന്റെ ഉള്ളിൽ അതാ, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് കാശ് കിട്ടും. അവനൊരു സിബ്ലിങ്ങും കൂടി ഉണ്ടെങ്കിലോ അവിടെ ഭയങ്കര കോമ്പറ്റീഷനായി, എനിക്ക് കൂടുതൽ കിട്ടണം, അവനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണം. അപ്പൊ ചിലപ്പോ പാര വെക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ഞാനതിങ്ങനെ പറഞ്ഞു, അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്തൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഒരു മാം ഉണ്ടായിരുന്നു കേട്ടോ. മാഡം പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കണം എന്ന്. എനിക്കെന്തോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ വീട്ടിൽ എന്റെ മക്കളുടെ അടുത്ത് ഞാൻ ചെയ്തിട്ടില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ ഒരു സിനിമ കാണുക, അവരുടെ കൂടെ പുറത്തു പോവുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവർ ഡിമാൻഡ് ചെയ്തിട്ടില്ല, അവർ ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്യുന്നു. അപ്പൊ അതിന് കാശ് കൊടുക്കാന്ന് കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ട കാര്യമല്ലേ. എനിക്ക് ആ അഭിപ്രായത്തോട് തീരെ താല്പര്യമില്ല. നമ്മുടെ കുട്ടികൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവരിപ്പോ എന്ത് ചെയ്താലും ആ ഒരു മണി പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ അതിലേക്ക് അവര് ആദ്യം വേറെ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. മണി ഒന്ന് എടുത്തിട്ടേക്ക് ഫോക്കസ് ആയി പോകും. എനിക്ക് തോന്നുന്നില്ല. അതെ, കാരണം പിന്നെ പൈസ തിരിച്ചെടുക്കുമ്പോ അവനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ദേഷ്യമാണോ സങ്കടമാണോ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഇമോഷനിലൂടെ ആയിരിക്കും കുട്ടി പോകുന്നത്. അതെ മാം, എന്റെ ഹസ്ബൻഡ് ആദ്യം എപ്പോ മിഠായി കൊണ്ടുവരും.
അപ്പൊ ഞാൻ പറയാ ഇനി കുട്ടികള് ഹസ്ബൻഡ് വരുന്നത് എന്തിനാന്ന് വിചാരിച്ചാല് മുട്ടായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ കുട്ടികൾ കാത്തുക്കല്. അല്ലാണ്ട് അവർക്ക് ആ ഡാഡുമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവൂല. ഓക്കെ, അത് ദാറ്റ്സ് ഡിഫറെന്റ്. കാരണം ഞാൻ എന്റെ വീട്ടിൽ കണ്ടൊരു കാര്യം, പിന്നെ എനിക്ക് തോന്നുന്നു അത് ഒരു നമ്മൾ ക്യാഷ് കൊടുക്കും എപ്പോഴാണെന്നറിയോ, വിഷു കൈനീട്ടം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയൊരു എമൗണ്ട്, വലിയ ബിഗ് എമൗണ്ട് ഒരിക്കലും ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്. എന്ന് വെച്ചാൽ അവർക്ക് ആ മണിയുടെ വാല്യൂ, ആ മണി സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കോയിനോ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ ഇടുന്ന ഒരു ബോക്സോ പിഗി ബാങ്ക് പോലത്തെ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ചെറുപ്പം തുടങ്ങി അവരില് കാശ് ഇങ്ങനെ സൂക്ഷിക്കുന്നതിന്റെ ഒരു ഇത് വരും. അപ്പൊ അത് ഈ ഞാന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഹസ്ബൻഡിന്റെ ഒരു കസിൻ കൃഷി ഇപ്പൊ IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആട്ടോ. ആളുടെ അമ്മ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. കാരണം ആൾക്ക് നല്ല പോലെ പോക്കറ്റ് മണി കിട്ടും, അച്ഛന്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും, അത് അങ്കിളിന്റെ അതായത് അമ്മയുടെ ബ്രദറിന്റെ കയ്യിൽ നിന്ന്, 2 ബ്രദേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന്, അമ്മയുടെ അച്ഛൻ ഒരു മാഷായിരുന്നു, ആളുടെ കയ്യിൽ നിന്ന്, അമ്മൂമ്മയുടെ അടുത്ത് നിന്നൊക്കെ കാശ് കിട്ടും. അത് വിഷു അങ്ങനെ ഫെസ്റ്റിവൽ എന്നല്ല, ചുമ്മാ അങ്ങനെ അവർ എപ്പോഴേക്കും വരുമ്പോൾ അങ്ങ് ഒരു 500 ആയിരിക്കും ഏറ്റവും മിനിമം കൊടുക്കുന്നത്. പറയും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയ്യിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ അവൻ തരില്ലാണ്. കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴും നീ അതൊന്നും തരും കയ്യിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവനത് 1 രൂപ പോലും തരില്ല. ഇനി അഥവാ തന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നവരെ പുറകെ നടക്കുന്നു, തിരിച്ചു കിട്ടുന്നവരെ. ഈ കക്ഷി ബിടെക് പാസ്സായി ഒരു സോഫ്റ്റ്വെയർ ഫീൽഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പറയാ മാസം എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നും പറഞ്ഞിട്ട് അതും തരികയാണ്. ചെറുപ്പത്തിലേ അവൻ എന്താണോ അവന്റെ ഉള്ളിൽ നിറഞ്ഞത് അത് തന്നെ അവൻ വലുതായിട്ട് അഡൾട്ടായിട്ടും അവൻ ശീലിക്കുവാണ് കേട്ടോ. പക്ഷെ ഡിഫറൻസ് വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു പറ്റില്ല, ഒരു എമൗണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം, അതിനുശേഷമാണ് കൊടുക്കാൻ തുടങ്ങിയത്. സോ അത് എന്താന്ന് അത് ഞാനത് ആലോചിക്കുകയാണ്. അപ്പൊ ചെറുപ്പത്തിൽ അതിന്റെ രീതിയുമായിട്ട് കണക്ട് ചെയ്ത കാര്യം, കാശ് സൂക്ഷിക്കും, നശിച്ചു കളയില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ ഏറ്റവും വേണ്ടത് പാരന്റ്സ് ആണ് അവരെ പഠിപ്പിച്ച് വളർത്തി ജോലി കിട്ടാൻ പ്രാപ്തരാക്കിയത്, അല്ലെ? ആളുടെ പൊട്ടൻഷ്യൽ കൊണ്ട് സമ്മതിച്ചു. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെയാണ്. കാരണം ഗൾഫിലെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ജോലിയൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവര് സർവേയർ ആയിരുന്നു. സർവേയർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഫുൾ ചിലപ്പം റോഡ് പണിയുടെ അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയുന്നിടത്ത് പോയി നിന്നും അളക്കും. എനിക്കറിയാം നിങ്ങളുടെ പലരുടെയും ലൈഫ് പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അച്ഛനൊക്കെ ഗൾഫിലായിരിക്കും. അവർ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്. അല്ലാണ്ട് അത്ര സുഖകരമായ ജീവിതമൊന്നും എല്ലാവർക്കും ഒന്നും ഗൾഫിലില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ പൊസിഷനിലൊക്കെ ആയിരിക്കണം, AC റൂമിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷൻ. ഇനി ഹോസ്പിറ്റൽ സൈഡിലുള്ളവരായിരിക്കണം. ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിൽ അതും ചൂട് അല്ല, പക്ഷെ ബാക്കി നല്ല പണി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് മക്കളെ പഠിപ്പിച്ചത്. അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആക്ഷൻ ആകുമ്പോൾ നമുക്ക് അതൊന്നും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലും ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ട്, there is no need for rewards and punishment. റിവാർഡും പണിഷ്മെന്റും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം അവിടെ ആഡ് ചെയ്യാം, എൻകറേജ് ചെയ്യണം, അപ്രൈസൽ ഉണ്ടാകണം പാരന്റ്സിന്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും. ടൈംലി എൻകറേജ്മെന്റ് ആൻഡ് അപ്രൈസൽ. അവർ അപ്രൈസ് ചെയ്യണം. കുട്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ സ്റ്റാറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും, അല്ലെ? എന്തൊരു സന്തോഷം അവർക്ക് ലൈഫിൽ ആ ഒരു ഏജില് ലൈഫില് വലിയൊരു സന്തോഷമാണത്. അതിങ്ങനെ കളയാതെ ഇങ്ങനെ കൊണ്ട് നടക്കും. പേനയും കൊണ്ട് വരച്ചേക്കണതാണെങ്കിൽ അത് മാഞ്ഞു പോവാതെയൊക്കെ നോക്കി കുറെ നേരമൊക്കെ അവർ ശ്രദ്ധിക്കും. അതേസമയം അവർക്ക് വലിയൊരു മെഡൽ കൊടുത്തു, വലിയൊരു മൊമെന്റോ കൊടുത്തു, അവരത് എവിടെയെങ്കിലും വെക്കുകയുള്ളൂ. കാരണം ഞാൻ എന്റെ വീട്ടിൽ ആ സീൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാ. അവർ ആ ഭാഗത്തേക്ക് നോക്കില്ല, അവർക്ക് എന്തോ ബർഡൻ പോലെയാണ്. അത്രയും പെട്ടെന്ന് കഴുത്തിന്ന് ആ മെഡൽ അങ്ങ് ഊരി മാറ്റുക, ഇത് കൊണ്ടുവന്ന് വെക്കുക, പിന്നെ അവർക്ക് അതിനോട് യാതൊരു ഇതുമില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളും അങ്ങനെയായിരിക്കും. അവർക്ക് അപ്രൈസൽ കുറെ പേരൊന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം. അല്ലാണ്ട് ഈ വലിയ മെഡലും ഈ ട്രോഫിയൊന്നും അവരെ ബാധിക്കുന്ന കാര്യമില്ല. ഇനി എനിക്കൊരു ഹെൽപ്പ് വേണം. ആദ്യം 18 ബാച്ചിന്റെ അടുത്ത് നിങ്ങൾക്ക് ഞാൻ പോർഷൻ എവിടം വരെ പറഞ്ഞു, ഏത് ലെസൺ എടുക്കുന്നത്, യൂണിറ്റ് 3 ആണോ?
ഏത് ടോപ്പിക് എന്നൊന്ന് പറയാം. കാരണം ആരെങ്കിലും മുന്നിലേക്ക് ആയിട്ടുണ്ടോ എന്നൊന്ന് അറിയാനാ. 18 ബാച്ച് ആരും ഇല്ലേ? 19 പ്ലീസ്. Law of Independence. എന്തോ Law of Independence. ആ. അത് നമുക്ക് ഇനി പവർ ഓഫ് ഏതാണെങ്കിലും ഞാൻ ആദ്യം തുടങ്ങിയ ബ്രീഫ് ചെയ്യും. ഞാനൊന്ന് അറിയാൻ വേണ്ടിട്ടാ. 19 ബാച്ച് പ്ലീസ് എന്ന് പറയുന്നു. യെസ് അവിടെ ആരുമില്ലേ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി. ആദ്യം തുടങ്ങി പറയാം. 20 നമ്മൾ എവിടെ വരെ? നമ്മൾ പാർട്ട് 3 ഇനി സ്റ്റാർട്ട് ചെയ്യണം. നമ്മള് ഫസ്റ്റ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതായത് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആകേണ്ടത്. നമ്മളെല്ലാരും പണ്ട് തുടങ്ങി നമ്മുടെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ട ഒരു പഴഞ്ചൊല്ല് പോലുള്ളത് കേട്ടിട്ടില്ല അല്ലേ? എന്തോ ഞാനൊരു മിസ്സിന്റെ ഒരു ക്ലാസ് മിസ് ചെയ്തായിരുന്നു. വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാവോ? നോ പ്രോബ്ലം. ഞാൻ എന്തായാലും ആദ്യം തുടങ്ങി ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് തുടങ്ങും. ഓക്കെ, അപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞെക്കി പഴുപ്പിച്ചാൽ മധുരം ഉണ്ടാകില്ല എന്നല്ലേ? നാച്ചുറൽ ആയിട്ട് പഴുക്കണം. അത് നമ്മൾ മാമ്പഴ സീസണൊക്കെ വരുമ്പോഴും ചക്കയുടെ ഒക്കെ സീസണൊക്കെ നമ്മൾ ശരിക്കും അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. നമുക്ക് നാടൻ രീതിയിൽ കിട്ടുന്ന ധാരാളമായിട്ട് കിട്ടുന്ന 2 ഫ്രൂട്ട്സ് അതാണ് ആ ഒരു സീസണൽ ആയിട്ട് കിട്ടുന്നത്. അല്ലാതെയൊക്കെ കുറെയൊക്കെ നമ്മൾക്ക് വാങ്ങിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ? പക്ഷെ എന്നാലും അത് നാച്ചുറൽ ആയിട്ട് ആ മരത്തിൽ നിന്ന് തന്നെ പഴുത്തിട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മധുരം അത് വേറെ തന്നെയാണല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും. അവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി പണിഷ്മെന്റ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ജസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനൊരു മൂവി ജസ്റ്റ് ഇങ്ങനെ കാണുമായിരുന്നേ. പണ്ടത്തെ ഒരു മൂവിയായി, 80കളിലെ ഒരു മൂവിയായി, ഹിന്ദി, കൂണോ അങ്ങനെ എന്തോ ഒരു പേര്. അതിനകത്ത് അന്നത്തെ ഒരു വില്ലൻ ഉണ്ട്, ഡാനിയാണ് അതിനകത്തെ വില്ലൻ. ഇത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്ക് ആണ്, ഹിന്ദി റീമേക്ക് ആണ്. ഡേർട്ടി ഹാരി എന്ന് പറഞ്ഞിട്ട്, അതൊരു സീരിയൽ കില്ലറാണ്. ആ വ്യക്തി എങ്ങനെ സീരിയൽ കില്ലർ ആയി എന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പഴയ മൂവി ആയതുകൊണ്ട് ഞാനത് പറയുകയാണ്, അങ്ങോട്ട് സ്പോയിലർ ആക്കാനല്ല. അതിലൊരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി ചെറുപ്പത്തില്. അപ്പൊ ആ കുട്ടിയെ നോക്കാൻ, ആൺകുട്ടിയാണ്, കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ 2ാമത് കല്യാണം കഴിക്കുക. പക്ഷെ ഈ സ്റ്റെപ്പ് മദർ ഒട്ടും ഒരു കൺസേണോ ലവോ അതുപോയിട്ട് ഒരു കരുണ പോലും ആ കുട്ടിയോട് കാണിക്കുന്നില്ല. ഫുൾ ടൈം ആ കുട്ടിയോട് ദേഷ്യം. അവൻ എപ്പോഴും പുറത്തിടും, അകത്തെ റൂമിൽ കിടക്കാൻ അനുവദിക്കില്ല, അവന് നല്ല ഡ്രസ്സുകളില്ല. അപ്പൊ ഈ 2ാം അമ്മയ്ക്ക് ഇവന്റെ താഴെ ഒരു കുഞ്ഞുണ്ടാവുകയാണ്. അപ്പൊ ആ കുട്ടിയെ, പിന്നെ ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഭക്ഷണം കൊടുക്കില്ല. അപ്പൊ അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇവന്റെ ഉള്ളില് ഈ 2ാം അമ്മ വന്നതിന് ശേഷം ഇവന്റെ ഉള്ളില് ഫുള്ള് ദേഷ്യമാണ്. അങ്ങനെ ഇവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. ഓടിപ്പോയതിനു ശേഷം ഇവൻ വലുതായി ഒരു എല്ലാ ആളുകളെയും കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറായിട്ട് മാറുക. സെലക്റ്റഡ് ആയിട്ട് ആൾക്കാരെ അവൻ സെലക്ട് ചെയ്യും, അവരെയൊക്കെ കൊല്ലും. അങ്ങനെ അപ്പൊ ശരിക്കും അവന്റെ ആ ചെറുപ്പകാലം, ആ ഒരു അവൻ വളർന്ന സാഹചര്യം, അവന് കിട്ടേണ്ട സമയത്ത് സ്നേഹം കിട്ടിയില്ല. എല്ലാ കുട്ടികളുടെയും അവകാശമാണല്ലേ സ്നേഹിക്കപ്പെടുക എന്നുള്ളത്, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. നമ്മൾ അവരോട് നല്ലൊരു വാത്സല്യം, അഫെക്ഷൻ, ലവ് ഒക്കെ കാണിക്കുമ്പോൾ തിരിച്ചും അവർ അതുപോലെ തന്നെ നമ്മളോട് ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹത്തോട് പെരുമാറുന്നവരെ, വളരെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ ക്രാഫ്റ്റിന്റെ സെഷൻ ഇന്നലെ തുടങ്ങി. ഞങ്ങളുടെ ക്രാഫ്റ്റ് ട്രെയിനർ ഉണ്ട്, വളരെ എക്സ്പേർട്ട് ആണ്. കൂടുതൽ പേപ്പർ കൊണ്ടാണ് അദ്ദേഹം ക്രാഫ്റ്റുകൾ ചെയ്യുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ചെയ്യുന്നത്. ജസ്റ്റിൻ എന്നാണ് എന്റെ പേര് സാറിന്റെ. അപ്പോ യങ്ങാണ്, ഒരു 30+ അത്രേ ഉള്ളൂ. വളരെ ക്ഷമയാണ്, കുട്ടികളോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ ജസ്റ്റ് പാരന്റ്സിന്റെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോ ഒരു കുട്ടിയുടെ അമ്മ പറയുവാണ്, ജസ്റ്റിൻ സാറിനെ അവൾക്ക് 4.5 വയസ്സെങ്ങാണ്ടേ ഉള്ളു കുട്ടിക്ക്, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ത് വഴക്കൊന്നും പറയാതെ സ്നേഹത്തോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണോ അവർക്ക് കൊടുക്കുന്നത്, അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം, അപ്പൊ കുട്ടികള് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആവണം എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അനിമൽ ബേബീസിനെയും ഹ്യൂമൻ ബേബീസിനെയും കമ്പയർ ചെയ്തിട്ട് നമ്മൾക്കറിയാം, അനിമൽ ബേബീസ് അവർ ജനിച്ച ഉടനെ തന്നെ ഇൻഡിപെൻഡന്റ് ആകുക. നിമിഷ നേരം കൊണ്ടാണ് അവർ ഓടുന്നതും നടക്കുന്നതും പാല് വലിച്ചു കുടിക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു. മാമൽസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അനിമൽ ബേബീസ് എന്നുള്ളതില്. മാമൽസ് അതായത് കുട്ടികളെ പാലുട്ടി വളർത്തുന്നതാണല്ലോ മാമൽസ്, മനുഷ്യരെ പോലെ തന്നെ. അപ്പം അങ്ങനെ നമ്മൾ കണ്ടു. പക്ഷെ ഹ്യൂമൻ ബേബീസ് 1 വയസ്സ് വരെ ശരിക്കും അവര് ഇൻഡിപെൻഡന്റ് ആണ്.
ഒരു വയസ്സാകാറാകാൻ തുടങ്ങുമ്പോഴാണ് അവർ തന്നെത്താനെ ചെയ്യാനുള്ള വാശികളൊക്കെ കാണിക്കുന്നത്. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് കുട്ടി ഫൈറ്റ് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആകാനായിട്ട്, തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുട്ടി ഫൈറ്റ് ചെയ്യും. ഞാൻ ചെയ്തോളാം, ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം. ഇപ്പൊ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നമ്മൾ ഇലയിട്ട് സദ്യ ആണെങ്കിൽ അവർക്കും വേണം ഒരു ഇല, അതിൽ നിന്നും അവർക്ക് തന്നെ കഴിക്കണം. കഴിക്കുമ്പോൾ നമുക്കറിയാം പകുതിയൊക്കെ താഴെ പോവും, പകുതി പൂച്ചയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ കാക്കയൊക്കെ കാണുകയാണെങ്കിൽ പുറത്തേക്ക് അതിന് കൊടുക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. കുറെയൊക്കെ തലയിലായിരിക്കും, കുറെയൊക്കെ നിലത്തായിരിക്കും, അങ്ങനെ. പക്ഷെ എന്നിരുന്നാലും കുട്ടി ഒരു കാര്യം തന്നെ ചെയ്യാൻ ആയിട്ടുണ്ടെങ്കിൽ അത് അതിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അങ്ങനെയാണ് അവര് നാച്ചുറലി ഡെവലപ്പ് ആകുന്നത്. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അത് വേണ്ടുന്നത് നെസസറി കണ്ടീഷൻസ്. അത് നല്ലൊരു എൻവിയോൺമെന്റ്, കുട്ടി വളരുന്ന നല്ലൊരു സാഹചര്യം, അത് കൂടാതെ ആവശ്യത്തിനുള്ള ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കുട്ടി ഇൻഡിപെൻഡന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ഫ്രീഡവും അങ്ങ് കൊടുക്കുകയല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അവിടെ നമ്മുടെ നല്ലൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. കാരണം പല കാര്യങ്ങളിലും ഡേഞ്ചർ ഉണ്ടായിരിക്കും. ഇവര് കുട്ടിലഴിയുമ്പോഴും നടക്കുമ്പോഴും അതും ഇതൊക്കെ വലിച്ചെടുക്കും, അല്ലെ? എന്താ എടുക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും ഈ അണുനാശിനികളൊക്കെ വളരെ കളർഫുൾ ആയിട്ടും നല്ല ഭംഗിയുള്ള ബോട്ടിലൊക്കെ ആയിരിക്കും ഇരിക്കുക. ഇവർ കളറിനോട് വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. ചെറുപ്പത്തിൽ ഇവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് എല്ലാം പഠിക്കുന്നത്. പ്രത്യേകിച്ചും കളർ, ക്രോമാറ്റിക് സെൻസ് ഇവർക്ക് വളരെ ഷാർപ്പായിരിക്കും. ഇവർ ഏറ്റവും അട്രാക്റ്റഡ് ആവുന്നത് കളറിനോട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ മണ്ണെണ്ണയുടെ ആ നീല കളർ ട്രാൻസ്പെറന്റ് ബോട്ടിലിൽ എന്റെ മോനൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും അട്രാക്റ്റിംഗ് ആണ്. നിമിഷ നേരം കൊണ്ടാണ് ഇവരുടെ കയ്യിൽ ഇത് എത്തുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിടുകയല്ല, നമ്മൾ അവരെ ശ്രദ്ധിക്കണം, നമ്മൾ ഫോളോ ചെയ്യണം. കുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം, കുട്ടി ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം. ഓക്കെ, നമുക്ക് പിന്നെ ഈ ഒരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ നെസസറി കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഫ്രീഡവും അതുപോലെ തന്നെ വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന് ഈ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ ഈ ഒരു ഡെവലപ്മെന്റ് നാച്ചുറലായി നടക്കുന്ന സമയത്ത് കുട്ടിയുടെ ഉള്ളിലും 2 പവർഫുൾ ടൂൾസ് ഉണ്ട്. ഒന്ന് സെൻസിറ്റീവ് പീരീഡും മറ്റേത് അബ്സോർബന്റ് മൈൻഡ്. കുട്ടിയുടെ ആ വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് കണക്റ്റഡ് ആകും ചുറ്റുപാടുമായിട്ട്. സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് കണക്റ്റഡ് ആകും എൻവിയോൺമെന്റുമായിട്ട്. സെൻസസ് യൂസ് ചെയ്ത കാര്യങ്ങൾ പഠിക്കും. എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് തന്നെ അവരത് ശ്രദ്ധിക്കും. കാണുന്ന കാഴ്ചകൾ പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സിൽ പതിയും. അബ്സോർബൻ മൈൻഡാന്ന് പറഞ്ഞു, പക്ഷെ എല്ലാം അബ്സോർബ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും തൊട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളും എല്ലാം അവര് അബ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു അബ്സോർബൻ മൈൻഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 3 വയസ്സ് വരെ ഇവരുടെ ഈ അബ്സോർബൻ മൈൻഡ് അൺകോൺഷ്യസ് ആയിരിക്കും. അതായത് മെമ്മറി, ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് 3 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വയസ്സിന് ശേഷം ഷാർപ്പ് മെമ്മറിയാണ്. ഈ 3 വയസ്സിലും അവരുടെ ഷാർപ്പ് തന്നെയാണ്, പക്ഷെ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ മെമ്മറികളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും. അതിന്റെ ചില റിഫ്ലക്ഷൻസ് ഉണ്ടാകും ആഫ്റ്റർ 3 ഇയേഴ്സ്. അതായത് ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ട് പേടിച്ചത്, ഇപ്പൊ ഇടിമിന്നലിനെ പേടിച്ചത് ആ ഒരു പ്രായത്തില്, ഈവൻ അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചിലപ്പോൾ എത്ര വലുതായാലും ആ ഇടിമിന്നലിനോടുള്ള പേടി പോയിട്ടുണ്ടാവില്ല. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കുട്ടിയെ പേടിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിക്കും അല്ലെങ്കിൽ ഉറക്കും, അല്ലെ? ആ ഒരു പേടി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് പിന്നീടുള്ള ലൈഫിലും കാണും. അങ്ങനെയൊന്നും പേടിപ്പിക്കരുത് എന്നൊക്കെയാണ് ഇപ്പോഴെന്നല്ല പണ്ട് തുടങ്ങിയ പറയണത്. പിന്നെ നമ്മള് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. കുട്ടി എവിടെയെങ്കിലും തട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്നിട്ട് ആ തട്ടിയ സ്ഥലത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കും. അപ്പം അത് കാണുമ്പോ അതിനൊരു സന്തോഷം. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനിട്ട് തിരിച്ചു കൊടുക്കാം. ദാറ്റ് ടൈപ്പ് ഓഫ് ഒരു റിവഞ്ച് വരും. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം അതിന് പകരം ആ തട്ടിയ കൊച്ചിന്റെ എവിടെയാണോ കാലോ എവിടെയാണോ തട്ടിയത് അവിടെ നിന്ന് അങ്ങനെ പതുക്കെ തടവി കൊടുത്തിട്ട് സാരമില്ല എന്ന് പറഞ്ഞിട്ട് വേദന ഇപ്പോ മാറും, കാക്ക കൊണ്ടുപോകുന്നു അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുക. അല്ലാതെ എവിടെയാണോ കൊച്ച് തട്ടിയത് അവിടെ ചെന്നൊരു അടി കൊടുത്താൽ അവന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ, ക്രൂവൽ എന്നല്ല, എന്നാലും ആ ഒരു തിരിച്ചു കൊടുക്കണം എന്നൊരു ഫീല് വരും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ചില കുട്ടികൾ അതൊന്നും ബാധിക്കില്ല, പക്ഷെ ചില കുട്ടികളിൽ അത് വളരെയധികം
നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അമ്മമാരൊക്കെ വിചാരിക്കണ്ടാവും, അയ്യോ എന്റെ മക്കളൊക്കെ വലുതായി പോയില്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യും. പക്ഷെ നമ്മുടെ ചുറ്റുപാടും കുട്ടികൾ ഉണ്ടാവും. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എല്ലാരെയും കാണാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഞാൻ എന്നാ ഇത് എടുക്കട്ടെ. ഞാൻ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യാതിരുന്ന എനിക്ക് കുറച്ചു പേരെ കാണാൻ പറ്റും, അതുകൊണ്ടാണ് യൂസ് ഷെയർ ചെയ്യണം. ലെക്ചർ എല്ലാവരുടെയും ഉണ്ടോ? മാം ടീച്ചറുടെ ക്ലാസ് ആണോ? അയ്യോ അല്ലല്ലോ, പി ജിയുടെ ക്ലാസ് 1 മണിക്കല്ലേ? എന്ത് പറ്റി? അതെ അതെ, ഡിപ്ലോമ അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? അല്ലെ അതെ. എല്ലാരും പല ബാച്ച് അല്ലേ? അത് ഏതാ ചാപ്റ്റർ നിങ്ങളുടെ എന്നറിയാൻ. പി ജി ബാച്ചും ഇങ്ങനെ തന്നെയാണ്. രേവതി, അതായത് ഞാൻ കമ്പൈൻഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നോ? ഇന്ന് തുടങ്ങി. അടുത്ത വെള്ളിന്നല്ലേ ഇട്ടേക്കുന്നത്? അപ്പൊ ഞാൻ വിചാരിച്ച അടുത്ത ആഴ്ച മുതലാണ്. ആണോ? ഓ ശരി ശരി. ഇന്ന് തുടങ്ങിയാണേ. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരേ ടോപ്പിക്കാണ്. പിന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ, ടെക്സ്റ്റ് കറക്റ്റ് ചെയ്യുക, അസൈൻമെന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുക, അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ അഡോളസന്റ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. എനിക്കത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം ഒത്തിരി പ്രശ്നബാധിതരായിട്ടുള്ള കുട്ടികളാണ്. കുറെ കുട്ടികളും അവരുടെ ഫാമിലിയും നമ്മളെപ്പോലുള്ളവരെ നോക്കി പുറത്തുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ ലൈഫ് കൊണ്ട് എന്ത് കാര്യം എന്ന് ഒരു ചിന്ത ഇങ്ങനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഒന്നുമില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് വിടണം, അതിന് എനിക്ക് മനസ്സ് വരണില്ല. കാരണം ഇറ്റ്സ് മൈ പാഷൻ. എനിക്ക് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അതുമല്ല, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികളുടെ ഇടപെടലുകൾ നടത്താൻ പറ്റുമല്ലോ. അവരാണല്ലോ ഈ പറയുന്ന കൗമാരക്കാരായിട്ട് എന്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ എന്നെ പോലുള്ള മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ജോലി എളുപ്പമായിരിക്കും. എളുപ്പത്തിന്റെ മാത്രമല്ല, അതാണ് വേണ്ടത്. ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് വിടണം. ഒരാൾക്ക് എല്ലായിടത്തും എത്താൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി കുറെ പേരെ നമ്മൾ പാകപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾ പലയിടങ്ങളിൽ എത്തില്ലേ. അറ്റ്ലീസ്റ്റ് ഇപ്പോ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് വീടിന് ചുറ്റുപാടുമുള്ള നമ്മളുടെ ആ ഏരിയയിലുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള, നമ്മുടെ ഫാമിലിയിലുള്ള കുറെ കുട്ടികളിലേക്ക് ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ അയ്യോ ഞാനിത് പഠിച്ചിട്ട് കാര്യമില്ല, ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നല്ല, നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യണം. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യെസ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ഞാൻ ആദ്യമേ തുടങ്ങി ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്. കാരണം 3 ബാച്ചിന് ചിലപ്പം 3 ഭാഗങ്ങളിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മളത് പറഞ്ഞു. ഈ അനിമൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഴിവ്, അതായത് ഇവർ പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡന്റ് ആകുക, തന്നെ കാര്യങ്ങൾ ചെയ്യുവാണ്. അത് ഇവരുടെ ഇൻബോൺ പാറ്റേൺ, അതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റിങ്ക്ട് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകും. അതായത് ഭക്ഷണം കഴിക്കാനുള്ളതും ഓടാനുള്ളതും ചാടാനുള്ളതും തലകുത്തി മറിയാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ പെട്ടെന്നാകും. ഓരോ ജീവികൾക്കും അവരുടെ ഷെൽട്ടർ എവിടെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുകയും അങ്ങോട്ട് അവർ ഓടിപ്പോവുകയും എല്ലാം അവർ ചെയ്യും. അത് അവരുടെ ഡെവലപ്പായി. വൺസ് അത് ഡെവലപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പ്രോഗ്രസ് ഒന്നുമില്ല, അവരവിടെ കഴിഞ്ഞു. അങ്ങനെ അനിമൽസ് ജീവിതകാലം മുഴുവൻ ഡെവലപ്പ് ആകുമായിരുന്നെങ്കിൽ ഇന്ന് ഹ്യൂമൻ ബീയിങ്ങിനെ പോലുള്ള ഒരു സാമ്രാജ്യം അവർക്കും ഉണ്ടായേനെ. അവരുടെ ആ ഡെവലപ്മെന്റ് ജനിച്ച ഉടനെ തന്നെ അങ്ങ് നടന്നു. പക്ഷെ ഹ്യൂമന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വൈഡാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ മരണം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം മാക്സിമം ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഡെവലപ്മെന്റ് വൈഡ് ആയിക്കൊണ്ടിരിക്കും. അത് ഇപ്പൊ നമ്മൾ ബെഡ്രിഡൺ ആയാലും നമുക്ക് പഠിക്കും. നമ്മുടെ ബ്രെയിനിന്റെ കണ്ടീഷൻ മാറിയില്ലെങ്കിൽ, അതായത് ഓർമ്മ, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെഡ്രിഡൺ ആണെങ്കിലും നമുക്ക് പഠിക്കാം. ഒരു അഡ്വക്കേറ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് കോർട്ടില് വീൽ ചെയറിൽ വന്ന് കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് വരെയുണ്ടെന്ന്. കാരണം അത്ര കിടപ്പായാലും ഇവരങ്ങ് പഠിക്കും. ഏത് പ്രായക്കാരും എത്രയും എന്താ പറയുക എൻറോൾ ചെയ്തതാണ് ഈ ലോ പഠിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മളുടെ ഡെവലപ്മെന്റ് അത് നിൽക്കുന്നില്ല. നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് ഗ്രോത്ത് ഒരു മെച്യൂരിറ്റി വരെയുള്ളൂ, വളർച്ച. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെപ്പം നമ്മുടെ ബ്രീത്ത് നിന്ന് നമ്മൾ മരിക്കുന്നു, അപ്പൊ ആ ഡെവലപ്മെന്റ് നിൽക്കും. ഓക്കെ, അപ്പൊ ഹ്യൂമന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ AI എറയില് നമ്മൾ വന്ന് നിൽക്കുന്നത്. അത്രയും മനുഷ്യന്റെ ഇന്റലിജൻസ് വളരുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലുമാണ്. ചിലര് അക്ഷരങ്ങൾ കൊണ്ടും ഭാഷകൾ കൊണ്ടും ആയിരിക്കും അവരുടെ ഇന്റലിജൻസ് കാണിക്കുന്നത്. ചിലർക്ക് മാത്സിലായിരിക്കും, ചിലർക്ക് ആർട്സിലായിരിക്കും, ചിലർക്ക് ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ബോഡി റിലേറ്റഡ്
അതുമായിട്ട് ഡാൻസേഴ്സ് ആയിരിക്കും, അത്ലറ്റ്സ് ആയിരിക്കും, ഫുട്ബോൾ. ഇപ്പൊ തന്നെ ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് ഫിഫ. അതിൽ നമുക്ക് കാണാം ചിലരപ്പോ ചെറിയൊരു ഗ്യാപ്പിലായിരിക്കും ഒരു ഗോൾ അടിക്കുന്നത് അല്ലെ, പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ ആ മെയ് വഴക്കം, ആ ബോഡിയുടെ ആ കോർഡിനേഷൻ, കൺട്രോൾ. ഓരോ മനുഷ്യനും ഓരോ പൊട്ടൻഷ്യൽ എന്നുള്ളത് നമുക്ക് കാണാം, വിവിധ മേഖലയിലുള്ള ആൾക്കാരെ കാണാം. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുട്ടി തന്നെത്താനെ സെൽഫ് ബിൽഡ് ആവണം എന്നാ പറയുന്നത്. ഞാൻ ജസ്റ്റ് ആ ഒരു ഫ്ലോ ഡയഗ്രാം ഇല്ലേ, രണ്ടാമത്തെ പാരഗ്രാഫ്, അതുവരെയുള്ളത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ ഒരു സെൽഫ് ബിൽഡ് ആകണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു അതായത് നമ്മളെപ്പോഴും പറയില്ലേ, ഞാനൊരു എന്റെ എന്തോ ആരോ എന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു അത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യണ്ടെന്നൊക്കെ. അത് എല്ലാ മനുഷ്യരിലും ആ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ ഒരു ഫോഴ്സ് ഉണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. നമ്മളിപ്പോ പുറത്തു പോകാനായിട്ട് പോകുമ്പോൾ, ചെറിയൊരു എക്സാമ്പിൾ, കുട എടുക്കണം. ഇപ്പൊ ഒരു മഴക്കാലാന്ന് നമുക്കറിയാം. അപ്പൊ സമ്പടി ആരോ നമ്മുടെ ഉള്ളിലിരുന്ന് പറയും കുട എടുക്കുക, മഴ എന്തായാലും പെയ്യുന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ അതെല്ലാ കാര്യങ്ങളിലും നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് ഞാനിത് പഠിച്ചാൽ എനിക്കിതുകൊണ്ട് നമ്മളൊരു കോഴ്സ് എടുക്കുന്നത് എന്തിനാ, ചുമ്മാ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, നമുക്ക് അതിൽ നിന്നൊരു വരുമാന മാർഗം ഉണ്ടാക്കണം, അല്ലെ ഒരു ജോലി കിട്ടണം നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്താണ്? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഫോഴ്സ് പറയും ഡു ജോയിൻ ആകൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നമ്മൾ ജോയിൻ ആകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചിലര് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങള്, ഞാൻ ആ ഫ്ലൈറ്റിൽ പോകേണ്ടതായിരുന്നു, പക്ഷെ എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, അങ്ങനെ ഞാൻ യാത്ര മാറ്റി വെച്ചു, പിന്നെ കേൾക്കെന്താ പ്ലെയിൻ ക്രാഷ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചില ആളുകൾ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും ഒരു പ്രീ ഡിറ്റർമെന്റ് ഒരു സൈക്കിക് പാറ്റേൺ, ഒരു ഉള്ളിൽ തന്നെ ഒരു ഫോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു. പിന്നെ അനിമൽസിൽ നമ്മൾ കണ്ടു, അവർ ആദ്യം വേച്ച് നടന്നു, പിന്നെ ശരിക്കും നടന്നു, പിന്നെ ഓടാൻ തുടങ്ങി, പിന്നെ ഓടി വന്ന് അമ്മയുടെ പാൽ കുടിക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടു. അവരുടെ പ്രീ ഡിറ്റർമെന്റ് പാറ്റേൺ അത്രയേ ഉള്ളൂ, അത്രയും ഡെവലപ്പായി. കുട്ടികളുടെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരു പ്രീ ഡിറ്റർമെന്റ് സൈക്കിക് പാറ്റേൺ ഉണ്ട്. അത് ജനിച്ച ഉടനെ തന്നെ ഡെവലപ്പ് ആകുന്നില്ല, അതിന് സമയമെടുക്കും. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് ഒരു ഭ്രൂണാവസ്ഥയിൽ വന്ന് അത് പിന്നെ ഓരോരോ ഓർഗൻസ് ആയിട്ട്, ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസ് ആയിട്ട് ഉണ്ടായി ഡെവലപ്പായി ഒരു കുട്ടിയായി 9 months കഴിഞ്ഞ് ഒരു മനുഷ്യക്കുട്ടിയായി പുറത്തേക്ക് വരില്ലേ, അതുപോലെ തന്നെ മൈൻഡിന്റെ ഒരു പ്രീഡിറ്റർമെന്റ് പാറ്റേൺ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് ഇത്ര വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് നടക്കും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാകുന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് അത് ഡെവലപ്പ് ആകാത്ത കൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. എംബ്രിയോ എന്ന് പറഞ്ഞ ഭ്രൂണം. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവര് സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന ടേം ഒന്നും ഉപയോഗിക്കില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവർ വേറെ കോൺടെസ്റ്റ് എന്നൊക്കെ ടേംസ് എടുത്തിട്ട് ഇവരങ്ങ് ഉപയോഗിക്കും. ഒരിക്കലും ആരും മനുഷ്യന്റെ ഈ ഒരു ഡെവലപ്പ് ആകാത്ത മനസ്സിനെ സ്പിരിച്വൽ എംബ്രിയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ മോണ്ടിസോറിയാണ് അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. അങ്ങനെയുള്ള ഒരു പ്രീഡിറ്റർമെന്റ് സൈക്കിക് പാറ്റേൺ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ജനിക്കുമ്പോ തന്നെ പുറത്ത് കാണില്ല. ജനിക്കുമ്പോ തന്നെ നമുക്കറിയോ, ഇപ്പൊ ചിത്ര ജനിച്ച ഉടനെ തന്നെ ചിത്രയുടെ അമ്മയ്ക്ക് മനസ്സിലായോ ചിത്ര വലിയൊരു പാട്ടുകാരിയാകുന്നു. APJ അബ്ദുൽ കലാം ജനിച്ച ഉടനെ അദ്ദേഹത്തിന്റെ പാരന്റ്സിന് മനസ്സിലായോ ഇദ്ദേഹം ലോകം മുഴുവൻ അറിയുന്ന നല്ലൊരു വ്യക്തിയായി മാറും എന്നുള്ളത്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ബർത്ത് ടൈമിലൊന്നും ഉള്ളിലുള്ള ഈ പൊട്ടൻഷ്യൽ ഒന്നും കഴിവൊന്നും വിസിബിൾ അല്ല. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി ഇതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. അപ്പൊ ഈ ഒരു ഉള്ളിലുള്ള ഈ പല കഴിവ്, ഈ സൈക്കിക് പാറ്റേൺ, അത് നല്ല രീതിയിൽ പുറത്തേക്ക് വരണമെങ്കിൽ 2 കണ്ടീഷൻസ് അത്യാവശ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തേത് സറൗണ്ടിങ്സ്, കുട്ടി വളരുന്ന സാഹചര്യം. കുറച്ചു മുമ്പ് ഞാൻ ആ മൂവിയിലെ ആ കൊച്ചു ഒരു സീരിയൽ കില്ലറായി മാറി, അതിന് കാരണം അവൻ വളർന്ന സാഹചര്യം അല്ലേ. അപ്പൊ ഈ സാഹചര്യം എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. നമ്മളാണ് ഇവിടെ കുട്ടികൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത്. കുട്ടിയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ മെന്റേഴ്സ് ഓരോ കുട്ടിക്കും ഓരോ മെന്റർ ഉണ്ടാകും, അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് ഒരു മെന്റർ. എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അങ്ങനെ കുട്ടികളെ ഡിവൈഡ് ചെയ്ത് മെന്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അതിന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മെന്റേഴ്സിന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കോൾ ഒരു മീറ്റിംഗ് വെച്ചു. മീറ്റിംഗ് വെച്ചപ്പോ ഇങ്ങനെ കുട്ടികളെ അപ്പൊ അസൈൻ ചെയ്തിട്ടില്ല, അപ്പൊ ഇങ്ങനെ അസൈൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു മാം ചോദിക്കുവാണേ, ചോദിച്ചപ്പം എനിക്കുള്ളിൽ മറുപടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്തില്ല. എനിക്ക് പാവം കുട്ടികളെ തരണേന്ന്. എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ ഓർത്തു മാഡം എന്താ ഉദ്ദേശിച്ചോ, ഈ പാവം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ശരിക്കും മാറേണ്ടത് കുട്ടിയല്ല, മാറേണ്ടത് കുട്ടിയുടെ സാഹചര്യവും നമ്മളുമാണ്. അഡൽട്സ് ആണ് മാറേണ്ടത്. കുട്ടിയോട് പെരുമാറുന്നത് നമ്മളാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതിലെ ആ ഒരു 7 വയസ്സുകാരനാണ് ആ മൂവിയില് ആ കുട്ടി ആ ഡാനിയുടെ ചെറുപ്പം കാണിക്കുന്നത്. ആ 7 വയസ്സിലാണ് അവൻ ഓടിപ്പോയി ക്രൈംസ്, ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് അവൻ വലിയൊരു കുറ്റവാളിയായി മാറുന്നത്. അപ്പൊ അവന്റെ സാഹചര്യവും അവനോടുള്ള ആ ഒരു സ്റ്റെപ്പ് മദറിന്റെ പെരുമാറ്റം മാറിയിരുന്നെങ്കിൽ, സ്റ്റെപ്പ് മദറിനെ ഇതാക്കാതിരിക്കാനായിട്ട് അച്ഛനും അവനോട് ക്രൂവലായിട്ട് പെരുമാറുന്നുണ്ട്, ഭക്ഷണം കൊടുക്കാതിരിക്കുകയൊക്കെ സ്വന്തം അച്ഛൻ ചെയ്യുന്നുണ്ട്. അപ്പോ അവന്റെ സാഹചര്യവും അവൻ വളരുന്ന ആ സാഹചര്യവും അവനോടുള്ള അഡൾട്ടിന്റെ പെരുമാറ്റവും ശരിയായ രീതിയിലായിരുന്നെങ്കിൽ ആ കുട്ടി ഒരു സീരിയൽ കില്ലർ ആയി മാറില്ലായിരുന്നു. ഈ ഡേർട്ടി ഹാരി എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷിലത്. അത് നടന്ന സംഭവം കണ്ട അമേരിക്കയിലോ മറ്റുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അപ്പൊ ആ ഒരു മാം ഇങ്ങനെ, എനിക്ക് പാവം കുട്ടി, അതൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൂടിയാണ് കേട്ടോ മാഡം, എനിക്കൊരു പാവം കുട്ടിയെ തരണേന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ചു മാഡം എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. കാരണം അവിടെ മാറേണ്ടത് നമ്മളും സറൗണ്ടിങ്സുമാണ്. കുട്ടികൾ കംഫർട്ടബിൾ ആകും. അങ്ങനെ 2 കണ്ടീഷൻസ് ആണ്. ഒന്ന് സറൗണ്ടിങ്സും, അതുപോലെ തന്നെ ഫ്രീഡം. അവർക്ക് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അവർക്ക് അവരെ റിവീൽ ചെയ്യാൻ, അവരെ ഓപ്പൺ ആയിട്ട് തുറന്നു കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ഇന്നലെ ക്ലാസ്സിൽ ഒരു 4.5 വയസ്സുള്ള മോള് പറയും, അപ്പൊ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്യാൻ കത്രിയൊക്കെ വേണമെന്നൊക്കെ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി പറയാണ്, ആദ്യമായിട്ടാണ് എന്റെ അമ്മ എനിക്ക് കത്രിക തരുന്നതെന്ന്. അതിന്റെ ഒരു സന്തോഷവും മതി. ആ കത്രിക വെച്ച് പേപ്പർ കട്ട് ചെയ്യാൻ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മ പക്ഷെ കൊടുക്കുന്നുണ്ടായില്ല, കാരണം കത്രികയാണല്ലോ, കൈ മുറിയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. എന്റെ അമ്മ എനിക്ക് ആദ്യമായിട്ടാ കത്രിക തരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് ആ കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് റിലേറ്റബിൾ ആ, കാരണം നമ്മള് ഇപ്പൊ നിങ്ങളും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ അടുത്തൊരു കുട്ടി വേണമെന്നൊന്നുമില്ല. നമ്മൾ ശരിക്കും ഡോക്ടർ മോണ്ടിസോറിയുടെ കണ്ണുകളിലൂടെയാണ് ഇപ്പൊ എല്ലാം കാണുന്നതും അവരുടെ മനസ്സോടു കൂടിയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. എന്നാൽ മാത്രമായിട്ട് നമുക്ക് പിടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഫീല് വരണം. ഇപ്പൊ ഫ്രീഡം, അവനെ തന്നെ പുറത്ത് കാണിക്കാനുള്ള ഒരു ഫ്രീഡം. ഈ 2 കണ്ടീഷൻസും ആബ്സെന്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ സൈക്കിക് ലൈഫ്, അതായത് മൈൻഡിന്റെ ഡെവലപ്മെന്റ് അതിന്റെ കറക്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തുകയുമില്ല. അവന്റെ പേഴ്സണാലിറ്റി അങ്ങ് സ്റ്റണ്ടായി പോകും, ബ്ലണ്ട്, അതായത് ഇങ്ങനെ മുരടിച്ചു പോവുക നമ്മൾ പറയില്ലേ. ഒരു ചെടി നമ്മൾ നടുമ്പോ അതിന് വേണ്ടുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ടല്ലേ. നല്ല സൂര്യപ്രകാശം കിട്ടണം, ആവശ്യത്തിന് വെള്ളവും വളവും കിട്ടണം, പിന്നെ നമ്മളുടെ ഒരു കെയർ. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെടി നല്ല രീതിയിൽ വളരുകയുള്ളൂ, പൂക്കുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ, നമുക്ക് ഫ്രൂട്ട്സും തരും, ഷെയ്ഡും തരും. എന്താണോ അതിന് മാക്സിമം തരാൻ പറ്റുന്ന പൊട്ടൻഷ്യൽസ് അത് മുഴുവൻ ആ ചെടി തരും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. അത് പ്രോപ്പർ ആയിട്ട് ഈ 2 കണ്ടീഷൻസ് ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ സൈക്കിക് ലൈഫ്, ആ മെന്റൽ ഡെവലപ്മെന്റ് അത് നല്ല രീതിയിൽ അതിന്റെ പൊട്ടൻഷ്യലിൽ എത്തില്ല. അവന്റെ പേഴ്സണാലിറ്റി തന്നെ ഇല്ലാതായി പോകും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്, ഈവൻ ദോ മൂവി ആണെങ്കിൽ പോലും എവിടെയെങ്കിലൊക്കെ നടന്നിട്ടുള്ള കാര്യവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ എന്താ പറയാ, ആ ഒരു സിനിമയിലെ സ്ഫടികം, ഒരുവിധമൊക്കെ എല്ലാരും കണ്ടിട്ടുള്ള ഒരു മൂവിയായിരിക്കും സ്ഫടികം. അത്രയും ബ്രില്യന്റ് ആയ ഒരു സയന്റിസ്റ്റ് ആവേണ്ടിയിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകേണ്ടിയിരുന്ന ഒരു കുട്ടി. എഞ്ചിനീയർ സയന്റിസ്റ്റ് മാത്രമല്ല, ലോകത്ത് ജോലിയിൽ നിന്നല്ല, പക്ഷെ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അവനെ അത്രയും ഒരു ഹൈ ലെവലിൽ എത്തിക്കുമായിരുന്നു. പക്ഷെ അവനോടുള്ള അവന്റെ അച്ഛന്റെ പെരുമാറ്റവും അവന്റെ സാഹചര്യവും അവന്റെ പൊട്ടൻഷ്യലും അവിടെ വെച്ച് മുരടിച്ചു പോവായിരുന്നു. പിന്നെ അവന്റെ ലൈഫ് അങ്ങ് താറുമാറാകുന്നത് നമുക്ക് കാണാം. ആ ഒരു മൂവി ആണെങ്കിലും അങ്ങനെ കാണാം. അങ്ങനെയുള്ള എത്രയോ ചാക്കോ മാഷുമാരുണ്ട് ഈ ലോകത്ത്. അവരൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടും. അപ്പൊ അങ്ങനെയുള്ള മാഷുമാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുട്ടിയുടെ ഉള്ളിലുള്ള 2 ടൂൾസ് ആണ്.
സെൻസിറ്റീവ് പീരീഡും അബ്സോർബഡ് മൈൻഡും. ഈ സ്പിരിച്വൽ എംബ്രിയോ, അതായത് ഈ പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ, അതായത് കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽസ് ഡെവലപ്പ് ആകാനായിട്ട് അതിനെ ഒരു സെറ്റ് ഓഫ് ലോസ് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ എല്ലാത്തിനും കൂടി ചേർത്തിട്ടാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് വർക്ക്. ജസ്റ്റ് ആ ഓരോന്ന് എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ചെയ്യും. ഞാൻ എന്റെ മോള് ഉണ്ടായിരുന്ന സമയത്തെ, ഞാൻ മോള് മാത്രമേ ഉള്ളൂ വീട്ടില്, വേറെ ഞങ്ങള് എവേ ഫ്രം ഹസ്ബൻഡിന്റെ പാരന്റ്സ്, എന്റെ പാരന്റ്സും, ഞാൻ ഹസ്ബൻഡിന്റെ ജോലി കാരണം. ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുന്നതിന്റെയും അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുട്ടിയെ ഒരു വലിയ ബേസിനിൽ ഇരുത്തും. ഒരു 6 മാസം ആ ഒരു ടൈമൊക്കെ ആയിരുന്ന സമയത്ത് കേട്ടോ, ഒരു വലിയ ബേസിന്റെ ഇരുത്തിയിട്ട് ഇരിക്കുന്ന ഒരു സമയം ഇരുത്തിയിട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളം നിറയെ ഉണ്ടാവും ഫ്ലാസ്കിലും, അതുപോലെ തന്നെ തണുത്തത് ചൂടാക്കി തണുപ്പിച്ചതൊക്കെ ഉണ്ടാവും. അത് 2 സ്റ്റീലിന്റെ തന്നെ ബൗള് കൊടുക്കും, എന്നിട്ട് ഒരു സ്പൂണും കൊടുക്കും. അന്ന് ഈ മോണ്ടിസോറി മെത്തേഡൊന്നും അറിയില്ല. കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെള്ളമുള്ള ബൗളിൽ നിന്ന് മറ്റേ ബൗളിലേക്ക് നിറയ്ക്കും, കുറെ അവളുടെ വായിലേക്ക് പോകും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നത് കേട്ടോ. കുറെ ആ ബേസിന്റെ വീടും അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണിലെ പണി മുഴുവൻ ചെയ്യും, അലക്കാനുള്ളതെല്ലാം അലക്കും, വീട് മുഴുവൻ ക്ലീൻ ചെയ്യും. എത്ര നേരം വേണമെങ്കിൽ അതുകൊണ്ടിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അവര് കുറേ സമയം അത് ചെയ്യും. അതാണ് ലോ ഓഫ് വർക്കിൽ വരുന്നത്. നിങ്ങൾക്ക് ടീച്ചർ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, 3 ബാച്ചിന് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റ് മോണ്ടിസോറി, ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചും, അതുപോലെ തന്നെ ഡോക്ടർ മോണ്ടിസോറി ആദ്യമായിട്ടൊരു മോണ്ടിസോറി സ്കൂളായ കാസാഡി ബാംബനി സ്ഥാപിച്ചതും ഞാനും ചെറിയൊരു ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വന്ന കുട്ടികൾ എങ്ങനെയുള്ള കുട്ടികളായിരുന്നെന്നും ഏത് ഏരിയയിലുള്ള കുട്ടികൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു മെത്തേഡ് കൊടുത്തതെന്നും, ഡോക്ടർ മോണ്ടിസോറി ആദ്യമായി ഈ മെത്തേഡ് പരീക്ഷിച്ചത് സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. സ്പെഷ്യൽ കുട്ടികളിൽ നല്ല റിസൾട്ട് വന്നപ്പോ ഡോക്ടർ മോണ്ടിസോറി മനസ്സിലിങ്ങനെ വിചാരിച്ചു, അപ്പൊ നോർമൽ കുട്ടികളിൽ നന്നായിരിക്കുന്ന വിചാരിച്ച സമയത്താണ് ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ തുടങ്ങാമോ എന്ന് വെച്ച് ചോദിച്ചതാണ്. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ മോണ്ടിസോറി സ്കൂള്, ചിൽഡ്രൻസ് ഹൗസ് എന്നുള്ള രീതിയിൽ, സ്കൂളിൽ നിന്നൊന്നും പറയാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു, ഡോക്ടർ മോണ്ടിസോറിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ചിൽഡ്രൻസ് ഹൗസ് എന്ന് അർത്ഥം വരുന്ന, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ കാസാഡി ബാംബിനി എന്ന് പേരിട്ട് ഒരു സ്കൂള് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്കൂൾ എന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പ്രത്യേകത വളരെ നല്ല രീതിയിലായിരുന്നു. കാരണം വെച്ചാൽ അവിടെ അടച്ചിട്ട ക്ലാസ് റൂമുകളില്ല, എല്ലാം ഓപ്പൺ സ്പേസ് ആയിരുന്നു. നിറയെ വരാന്തകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ ഹോളാണ്. ആ ഹോളിൽ നിന്ന് പുറത്ത് ഔട്ട്ഡോറിലേക്ക് പോകാനായിട്ട് നിറയെ വരാന്തകൾ ഉണ്ടായിരുന്നു. കുട്ടിക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെത്താൻ ആ വരാന്തയിലൂടെ പുറത്തു പോകും. ഏറ്റവും കൂടുതൽ ഇത് പ്യുവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ജപ്പാൻ, ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, സിംഗപ്പൂർ, അങ്ങനെ ചൈനീസ് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളിലാണ്. യൂറോപ്യൻ കൺട്രീസിലും ഉപയോഗിക്കുന്നുണ്ട്. അതില് അമേരിക്ക എപ്പോഴും, അമേരിക്ക ഒരു ഡോമിനേറ്റിംഗ് കൺട്രി ആണല്ലോ, അവർ അവരുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് അമേരിക്കൻ മോണ്ടിസോറി സൊസൈറ്റി AMS അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ പലരും നിങ്ങളോട് ചോദിക്കാൻ, ഇത് AMI ആണോ MMI ആണോ? AMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, MMI എന്ന് പറഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ, ഐ തിങ്ക് സോ. അങ്ങനെയാണ്, അതായത് ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡാണ് AMIയിൽ വരുന്നത്. MMIയില് കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ മെറ്റീരിയൽസിലാകും, അല്ലെങ്കിൽ മെത്തേഡിലാകും. അതാണ് MMI. അപ്പൊ കൂടുതലും മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MMI എന്നുള്ള മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ, ചിലപ്പോ മെറ്റീരിയൽസ്. ഇപ്പോ ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അവർ ലെസൺ പ്ലാൻ വേണമെന്ന് പറയും. അതൊരു മാറ്റമാണ്. ഇന്ത്യയിലെ മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ ഫിക്സ് ചെയ്തിട്ടാ ചിലപ്പോൾ എക്സാംസ് ഉണ്ടാവും. ചിലയിടത്ത് ഉണ്ടാവില്ല, ചിലർ പ്യുവർ ആയിട്ട് തന്നെ ചെയ്യിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ചിലയിടത്ത് ചെറിയ ചെറിയ രീതിയിൽ, ഇങ്ങനെ കുട്ടികൾക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നും മനസ്സിൽ തോന്നാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസസ്മെന്റ് മെത്തേഡ് അവർ ഉപയോഗിക്കുമായിരിക്കും. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമുക്കറിയാം പാരന്റ്സ് എപ്പോഴും, പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസും കൂടെ വരുമ്പം അവർ മാറ്റങ്ങൾ വരുത്തും.
പാരന്റ്സ് പറയും ഹോംവർക്ക് കൊടുത്തു വിടണം, കുട്ടിയെ എഴുതിപ്പിക്കണം, കുട്ടിയെ വായിപ്പിക്കണം. അതൊക്കെ എന്ന് വെച്ചാൽ ട്രഡീഷണൽ മെത്തേഡാണ്. മോണ്ടിസോറി മെത്തേഡിലൊക്കെ എക്സ്പ്ലോഷൻസ് തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റും ഒക്കെ വരുമ്പോഴേക്കും അപ്പൊ അവിടെ ഒരു ചേഞ്ച് വരും. അതാണ് MMI മെത്തേഡിലാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറെക്കുറെ എല്ലാം തന്നെ പോകുന്നത്. അപ്പൊ പഠിക്കുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ഈ ഒരു MMIയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, AMI MMI. പക്ഷെ എന്ത് തന്നെയായാലും നമ്മളിവിടെ മനസ്സിലാക്കി പോകുന്നത് ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഓതന്റിക് മെത്തേഡ് തന്നെയാണ്. അത് നമ്മൾ പിന്നെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴേക്കും വർക്കിംഗ് എൻവയോൺമെന്റിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് അവിടുത്തെ ടീച്ചർ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മോണ്ടിസോറി മെത്തേഡ് പഠിച്ച് ഞാനിതേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ മെത്തേഡ് അതിൽ ചേർത്ത് നമുക്ക് റീഡിസൈൻ ചെയ്ത് മോഡിഫൈ ചെയ്യാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, സബ് ചെയ്യും. ലോ ഓഫ് വർക്ക് അതായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടത് ചെയ്യും. ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാം ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കുട്ടിക്ക് ആവശ്യം ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. കുട്ടി ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോൾ, അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ, ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്ക് ഫ്രീഡം കൊടുക്കാം. ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്, നമ്മളുടെ ഒരു സർക്കിളിൽ വരണം അത്. അതായത് ഇപ്പൊ കൊച്ചിന് ഇപ്പൊ കത്രിക അമ്മ കൊടുത്തു എന്ന് പറഞ്ഞു, 4.5 വയസ്സേ ഉള്ളൂ കുട്ടി. നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ കത്രികയുടെ ആ ടിപ്പ് ഒന്ന് കയ്യിൽ കൊണ്ടാ മതി. ചെറിയ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ. നമ്മുടെ അതെ പെട്ടെന്ന് തന്നെ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കത്രിക കൊണ്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അതും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പാരന്റ്സിന്റെ ഒരു ഗൈഡൻസും വേണം. പാരന്റ്സ് സൈഡിൽ ഇരിക്കണം. ഇച്ചിരി വലിയ കുട്ടിയാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ ചെറിയ കുട്ടികളെ കത്രിക എടുക്കുമ്പോൾ പിന്നെ പശയൊക്കെ എടുക്കുമ്പോൾ സ്ക്യൂസ് ചെയ്ത് മുഴുവൻ അങ്ങ് ചിലപ്പോൾ പോകും. അതിൽ നല്ലത് അത് പാരന്റ്സിന്റെ ഒരു ഗൈഡൻസോട് കൂടി ഇരിക്കുക. അപ്പൊ ചെറിയ കുട്ടികൾക്ക് എനിക്ക് തോന്നി ഇതുപോലുള്ള ഫെവി സ്റ്റിക്ക് ഒക്കെ മതിയായിരിക്കും. അപ്പൊ സ്ക്യൂസിങ് ഒന്നുമില്ലല്ലോ, തേച്ച് വിടുകയല്ലേ ഉള്ളൂ. മറ്റേ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവരുടെ അറിയില്ല ഓരോന്നിനും എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ആസ് ആൻ അഡൽട്ട് നമുക്കറിയാം ഓരോന്നിനും എത്രത്തോളം ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് ഈ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. ഏകദേശം ഇത്രയും വെള്ളമേ ഉള്ളൂ, കാരണം മുഴുവനില്ല. അപ്പൊ ഞാനിത് തുറന്ന് കുടിക്കാനായിട്ട് വായിലേക്ക് ഒഴിക്കുമ്പോൾ എനിക്ക് അറിയാം എത്ര വെള്ളം വരും, എപ്പോ വരും എന്നുള്ളത്. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എങ്ങനെ ചരിക്കണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഒരു കുട്ടിക്ക് അത് അറിയില്ല. കുട്ടി അങ്ങനെ കമത്ത് ചിലപ്പോൾ മുക്കിപ്പോവും, മുഖത്ത് മുഴുവനാകും അല്ലെ. അപ്പൊ അവര് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകാതെ വരുന്നത്. അത് കാണുമ്പോൾ അമ്മമാർക്ക് ദേഷ്യം വരും. അവര് ആ കുട്ടിയെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. ഞാൻ ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാം നശിപ്പിച്ചു, നാശാക്കി എന്ന് പറയും. ഇതുപോലെ ജഗ്ഗിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന സീൻ വരുമ്പോൾ ഇത് തന്നെ നടക്കുക. ജഗ്ഗിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഗ്ലാസിന്റെ വോളിയം നമുക്കറിയാം, എത്ര കപ്പാസിറ്റി ഗ്ലാസ്സിൽ ഉണ്ടാകും നമുക്കറിയാം. ജഗ്ഗിൽ എടുക്കുമ്പോൾ ജഗ്ഗിന്റെ വെയിറ്റ് നമുക്കറിയാം. നമ്മൾ കറക്റ്റ് പോർ ചെയ്യും. കുട്ടി ഫുൾ എഫേർട്ട് എടുത്ത് പോർ ചെയ്യുമ്പോൾ കുറെ വെള്ളം പുറത്തേക്ക് പോകും. ചെയ്യേണ്ടത് തുണി കൊടുക്കുക, തുടയ്ക്കാൻ പറയും, വളരെ സ്നേഹത്തോടു കൂടെ പറയും. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണതോ കാണിച്ചു കൊടുക്കും. അപ്പൊ സെക്കൻഡ് ടൈം സെയിം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ഓർമ്മ അവരുടെ ഉള്ളിലുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ അത് റീകളക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യും അവർ ചെയ്യാൻ പോകുന്ന ആക്ഷനിലേക്ക്. എന്നിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം വെള്ളം പോയതിനേക്കാൾ കുറവായിരിക്കും വെള്ളം പോകുന്നത്. പോകാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾ ചിലപ്പോൾ കറക്റ്റ് ആകും, ചില കുട്ടികൾക്ക് 3, 4, 5 ട്രയൽ ആകുമ്പോഴാണ് കറക്റ്റ് അതിന്റെ കൺട്രോൾ കിട്ടുന്നത്. പിന്നെ അവർ അതിന്റെ മാസ്റ്റർ ആകും. നമ്മൾ ഇനീഷ്യലി അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാതിരുന്നു കഴിഞ്ഞാൽ അവര് വീണ്ടും ഡിപ്പെൻഡന്റ് ആയി തന്നെ ജീവിക്കേണ്ട വരും, എത്ര വലുതായാലും. ചില അമ്മമാര് ഭയങ്കര പ്രൗഡായിട്ട് പറയും, മോന് 10-20 വയസ്സായിട്ടുണ്ടാവും കേട്ടോ, അവൻ ഇപ്പോഴും എന്റെ കൈ തന്നെ വേണമല്ലേ. അത് വലിയ പ്രൗഡ് ഫീൽ ഒന്നും ഇല്ല, നാണക്കേട് തന്നെയാണ്. അത് ആ മകനെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആ ഒരു മകന്റെ കറക്റ്റ് പൊട്ടൻഷ്യൽ അവന് ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ ദാറ്റ് മീൻസ് അവന്റെ ഡെവലപ്മെന്റ് തടസ്സം നിന്നത് ആ പാരന്റ് തന്നെയല്ലേ. ഇതൊരു പ്രൗഡല്ല.
അവൻ ഇപ്പോഴും ഞാൻ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കണം, ഞാൻ മാറി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൗഡ് ആവുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൗഡ്. നാണക്കേട് ഇങ്ങനെ ഷെയിമാണ്. അപ്പൊ അങ്ങനെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അതാണ്. നമ്മളവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. ആ ഫ്രീഡം എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് എന്ത് കാര്യമാണ് ചെയ്യുന്നത്, കത്രേ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കത്തി, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. കൊടുക്കും, ഒരു ബ്ലണ്ട് ആയിട്ടുള്ള ഒരു കത്തി കൊടുത്താൽ മതി. പിന്നെ ഈ വിരലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുട്ട് അത് വിരലിലേക്ക് ടച്ച് ആവാത്ത, അങ്ങനെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ കുട്ടിക്ക് അറിയാം, ആ ഒരു സെൻസ് അവന് വരും. ഇത് കത്തിയാണ്, ഇത് കൊണ്ടാൽ മുറിയും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മനസ്സിലാക്കി നല്ല കെയറോടുകൂടി അവർ ചെയ്യുള്ളൂ. ഒരുപക്ഷെ നമ്മളെക്കാളും ശ്രദ്ധിക്കും. ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അത് വിത്തിൻ ദ ലിമിറ്റ്സ്. ഒരു പട്ടം ഓർത്താൽ മതി നിങ്ങൾ. പട്ടം എത്ര ഉയരെ വേണമെങ്കിലും പോകാം, പക്ഷെ എത്ര ഉയരെ പോകണമെന്ന് താഴെ അതിനെ കൺട്രോൾ ചെയ്ത ആ ചരടുമായിട്ട് അറ്റത്ത് നിൽക്കുന്ന വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് കുട്ടിയാണ് ആ പട്ടമെങ്കിൽ നമ്മളാണ് ആ ചരടുമായിട്ട് നിൽക്കുന്നത്. നമ്മൾ തീരുമാനിക്കും എത്രത്തോളം പോകണം എന്നുള്ളത്. അതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പവർ ഓഫ് അറ്റൻഷൻ. ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഒരനക്കവും ഇല്ലല്ലോ, എവിടെയാണ്, എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. നീ കുറച്ചും പറഞ്ഞില്ല, എന്റെ മോൾക്ക് വെള്ളം കൊടുക്കുമ്പോ എത്ര നേരം വേണമെങ്കിലും അവള് ചുറ്റും നടക്കണമൊന്നും ശ്രദ്ധിക്കില്ല, ഞാൻ എങ്ങോട്ട് പോകണമെന്നോ ഞാൻ എന്ത് ചെയ്യണമെന്നോ ഒന്നും കാണില്ല. അപ്പൊ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കുറെ കുടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കും, മണിക്കൂറുകൾ ഇരിക്കും ചിലപ്പോൾ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അവരത് ശ്രദ്ധയോടെ ചെയ്യും. അപ്പൊ അവരില് കോൺസെൻട്രേഷനും പവർ ഓഫ് അറ്റൻഷനും വരും. ഇഷ്ടമില്ലാത്ത കാര്യം ഒരിക്കലും അവർ ശ്രദ്ധയോടെ ചെയ്യില്ല. അപ്പൊ അവരുടെ കോൺസെൻട്രേഷനും പവർ ഓഫ് അറ്റൻഷനും ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. അവർക്കൊരു കാര്യം കൊടുക്കുമ്പോൾ അവരത് പലതവണ ചെയ്യുന്നു. അപ്പൊ അവരത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് അവരുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനവർക്ക് ഇന്റലിജൻസ് വേണം, അവരുടെ ബുദ്ധി വേണം, അല്ലെ? ഇപ്പൊ വെള്ളം, ഇപ്പൊ കുറച്ചു മുമ്പ് ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞു. അത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോ ഇങ്ങനെ പറ്റി, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കണം എന്നവർക്ക് വരണമെങ്കിൽ അത് അവരുടെ ബുദ്ധിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. അതേസമയം അവര് ഇപ്പൊ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അത് കിട്ടില്ല. ഓക്കെ, നോർമൽ ഡെവലപ്മെന്റിലാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. രണ്ടാമത് അവർ ചെയ്യുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓർത്ത് അതിനനുസരിച്ച് അവർ അവരുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യും. അത് ബുദ്ധിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി, അത് ഇവർക്കൊരു ടോയ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ, ഇവർ ആ ടോയ് ആദ്യം ആ ടോയുടെ രീതിയിലൊക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരതിനെ അഴിച്ചുപണികളും അവരുടേതായ രീതിയിൽ വേറെ രീതിയിലുള്ള കളി മെത്തേഡൊക്കെ അവർ ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അത് അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ കുട്ടികള് ഫാമിലി എന്നുള്ള ആ ഒരു ഫാക്ടറുമായിട്ട് കണക്റ്റഡ് ആണ് ചെറുപ്പത്തിൽ, അല്ലെ? ജനിച്ചു തുടങ്ങി ഒരു 3 വയസ്സ് വരെ. 3 വയസ്സിന് ശേഷമാണ് അവര് സ്കൂള്, പ്രീ സ്കൂള്, അംഗൻവാടികള്, പ്ലേ സ്കൂൾ, കിൻഡർ ഗാർഡൻ അങ്ങനെയുള്ളതിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് അങ്ങനെ പോകുമ്പോ ഇവര് അതായത് ഒരു ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോ പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹം, ചിലർക്ക് ചിലരോട് ഭയങ്കര സ്നേഹം, ഹെൽപ്പ് ചെയ്യും, ഭക്ഷണം ഷെയർ ചെയ്യും. ഇതൊക്കെ നമുക്ക് കാണാം പറയാതെ തന്നെ. അത് അവർക്ക് കിട്ടുന്നത് അവരുടെ വീട്ടിൽ നിന്നുള്ള ചില ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന, ചിലപ്പോൾ ഏതെങ്കിലും റിലീജിയസ് ബിലീഫ്, ദിവസവും പ്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പരസ്പരം ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് വളരുന്ന ഒരു കുട്ടിയില് ആ ഒരു വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു ഇമോഷൻസും വാല്യൂസും ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. വേറൊരാളുടെ സങ്കടം മനസ്സിലാകും. ഇതെല്ലാം വീട്ടിൽ നിന്നാണ്. ഇപ്പൊ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാമിലി തന്നെയാണ്.
അവിടെ പാരന്റ്സ് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ തന്നെയാണ്, കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന വ്യക്തികൾ തന്നെയാണ് കുട്ടിയുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കുട്ടി സ്കൂളിലേക്ക് എത്തുന്നത്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അത്രയുണ്ട്. പ്രയോറിറ്റി വരുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. നിങ്ങൾ പി ജി ഉള്ളവർക്ക് പി ജിയുടെ ഒരു മോഡ്യൂൾ 5 ഇത് പറയുന്നുണ്ട്, ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. പാരന്റ്സിന്റെ, അല്ലാണ്ട് ഒരു ടീച്ചർക്കല്ല കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമേ അതിന്റെ വീട്ടിലെ സാഹചര്യം അതുപോലെയാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ് കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ ടീച്ചറോട് കാണിക്കുന്നത്. പിന്നെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഗ്രോത്ത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് കുട്ടികളുടെ ഗ്രോത്ത് പറയുന്നുണ്ട്. അത് ഡോക്ടർ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. അതിൽ ചെറിയ പോരായ്മകളുണ്ട്, വേറൊന്നുമല്ല. ഡോക്ടർ മോണ്ടിസോറിക്ക് വലിയ കുട്ടികളുടെ കാര്യങ്ങളിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും തരാൻ പറ്റിയില്ല. പക്ഷെ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ, അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കുറെ സ്റ്റഡീസ് നടത്തി അനലൈസ് ചെയ്ത് അവർ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. ഏകദേശം 130 വർഷം ആകാറായി, എന്നിട്ടും ഇത് പോപ്പുലറാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ കാണാം, ഓണമല്ലേ വരാൻ പോകുന്നേ, ഓണം സെലിബ്രേഷന്റെ ആളുകളുടെ ഡ്രസ് കോഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താണോ സ്റ്റൈല് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ഈ പ്രാവശ്യം, അല്ലെ? ക്രിസ്മസിനും അങ്ങനെ തന്നെയായിരുന്നു. അതായത് എപ്പോഴും റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനിൽ പോയത് കഴിഞ്ഞ വർഷമായപ്പോ ഗ്രീൻ ആയി, അങ്ങനെ ഒരു വേറൊരു രീതിയിൽ കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഔട്ട്ഡേറ്റഡ് ആകും പലതും, കാലഹരണപ്പെട്ടു പോകും. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് വളരെ പോപ്പുലർ ആകുകയാണ് ചെയ്തത്. ടെക്നോളജി ഒട്ടും ഡെവലപ്പ് അല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. പക്ഷെ എത്ര ഫോർസൈറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ മോണ്ടിസോറിക്ക്, ദീർഘവീക്ഷണം, അല്ലെ? അതുപോലെ ഫോർസൈറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. അവർ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തു. ഇനി ലോകത്തൊരു ആളുകൾ തമ്മിലൊരു വയലൻസോ വഴക്കോ ഒന്നും ഉണ്ടാകരുത് എന്ന് മനസ്സിൽ സിൻസിയർ ആയിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. കാരണം വേൾഡ് വാർ അത്രയും അവര് അതിലെ പ്രശ്നങ്ങൾ കണ്ട് വളരെയധികം വേദനിച്ചിരുന്നു ഡോക്ടർ മോണ്ടിസോറി. ഇനി അങ്ങനെയൊന്നും ഈ ലോകത്ത് ഉണ്ടാകരുത് എന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി അവർ ഡിസൈൻ ചെയ്തതാണ്. ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തൊരു മെത്തേഡാണ് ഈ മോണ്ടിസോറി മെത്തേഡ്. സോ നിങ്ങൾക്കെല്ലാം അതിൽ പ്രൗഡ് ഫീൽ ചെയ്യാം. കാരണം നമ്മളുടെ ഉദ്ദേശം ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിൽ മാത്രമായിരിക്കും ഒതുങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിൽ മാത്രമായിരിക്കാം നമ്മളുടെ ഈ അറിവ് ചിലപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ അത് തന്നെ മാറ്റങ്ങൾ നിറയെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ലോ ഓഫ് വർക്ക് തുടങ്ങി ഡെവലപ്മെന്റ് ഓഫ് വിൽ പറഞ്ഞിരുന്നു. ഇല്ല തോന്നുന്നു, അല്ലെ? അത് വിട്ടുപോയി. ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ഇല്ല മാം, പറഞ്ഞില്ല. ഞാൻ ആ ഫ്ലോ ചാർട്ടിലുള്ള കാര്യമായിരുന്നു പറഞ്ഞത് കേട്ടോ. അതിലെ ഡെവലപ്മെന്റ് ഓഫ് വില്ല് കാണുന്നില്ലായിരുന്നു. ഈ ഡെവലപ്മെന്റ് ഓഫ് വില്ല് എന്തെങ്കിലും ഇതായിട്ടല്ലേ വരുന്നത്. ഞാൻ അത് മുഴുവൻ ഇനി പറയും. സെക്കൻഡ് പേജിൽ നിങ്ങളുടെ യൂണിറ്റ് 3യുടെ സെക്കൻഡ് പേജ് തുടങ്ങി ഇനി പറയും. അതിൽ ആ ഫ്ലോ ഡയഗ്രത്തിലെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ ഡെവലപ്മെന്റ് ഓക്കെ. ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മളുടെ സെൽഫ് ഡെവലപ്പ് ആകില്ലേ, സ്വത്തം നമ്മൾ പറയില്ലേ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വലിയ ആളായിട്ടോ അല്ലെങ്കിൽ അഡൽട്ട് ആയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. കുട്ടി ജനിക്കുമ്പോ തുടങ്ങിയ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നുണ്ട്. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും കുട്ടിക്ക് വേണ്ടുന്ന കെയറും അഫെക്ഷൻ ലവ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു നമ്മുടെ സെൽഫ് ബിൽഡ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത്. വിൽ പവർ എന്നൊക്കെ പറയുന്ന പോലെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കുട്ടി തന്നെ കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എപ്പോഴും സഹായിക്കുക, അതൊരു ശരിക്കും ഒരു സഹായമല്ല, ഒരു ദ്രോഹമാണ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ലോ ഓഫ് വർക്കില് ആ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്ന ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈൻ മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ.
ആ അത് നമ്മളുടെ സെക്കൻഡ് പേജിലെ നിങ്ങളുടെ യൂണിറ്റ് 3 ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യൂട്ടെ എന്താന്നുള്ളത്. ലോ ഓഫ് വർക്ക് എന്നുള്ളതിന്റെ ആ ഒരു പാരഗ്രാഫില് താഴെ ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ എന്നൊരു സെന്റൻസ് ഉണ്ട്. ലാസ്റ്റ് സെന്റൻസ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തോളൂ. ആ സെക്കൻഡ് പാരഗ്രാഫിലും എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഒരു ലൈൻ ഉണ്ട്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. രണ്ടും എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഗ്രൂപ്പ് ഒരുമിച്ച് ആക്കിയതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് അറിയിക്കണോട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 3 അവർ കയറുമ്പോൾ എനിക്ക് അത്രയും ടൈം പുറത്തേക്ക് പോകുന്നത് കുറയും. അത് ഒരുമിച്ച് അങ്ങനെ സ്കൂൾ തുറന്ന ടൈം അല്ലേ, മൺഡേ ടു ഫ്രൈഡേ തന്നെയല്ലേ സ്കൂളും ഉള്ളൂ, ആ ദിവസങ്ങളിലല്ലേ പോകാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് ആക്കിയതാ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഒരു ഗ്രൂപ്പിന്റെ ഒരു വൈബ് ഒക്കെ കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാം ഒരു ഡൗട്ട് ആണ് മാം. മെറ്റീരിയൽസ് ടു ബി മേഡില് നമ്മുടെ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ് ഇല്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മാം. ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാട്ടോ. ആ ഒരു ഏജിലെ കുട്ടികൾക്ക് കോമൺ ആയിട്ട് അവർക്ക് അറിയാവുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് വേർഡ് റീഡിംഗ് കാർഡിൽ വരുന്നത്. ടീച്ചർ ബുക്സ് ഞാനൊരു ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട്, ഇത് നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് പീസ് ഉണ്ടാകും, എന്തെങ്കിലും ഒരു കവറൊക്കെ ഉണ്ടാവും, അതിൽ ഒട്ടിച്ചു. കാരണം ചാർട്ട് പേപ്പർ കീറി പോകുമല്ലോ, നമുക്ക് ഇത്തിരി ഒരു ബലം കിട്ടുന്നുള്ളൂ സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കുക. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവരുടെ ടോപ്പിക്കിന്റെ കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് ഇതൊന്ന് മാറ്റുവാണെങ്കിൽ നന്നായിരിക്കും, പുതിയത് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും. ക്ലാസ് ആൻഡ് ആക്ടിവിറ്റി നിങ്ങൾക്ക് അങ്ങനെ ചെറിയ കുട്ടികൾക്ക് അവരെപ്പോഴും കേൾക്കുന്ന ഫാദർ, മദർ, ബ്രദർ, അങ്ങനെ എപ്പോഴും കേൾക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഹോം, ഹൗസ്, അങ്ങനെയൊക്കെ ഉള്ളത്, അതൊക്കെ സ്കൂൾ, അതൊക്കെ നിങ്ങൾക്ക് വേർഡ് റീഡിംഗ് കാർഡിൽ ചെയ്യാം. ഈ പിക്ചർ റീഡിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ പിക്ചറും കൂടി ഉണ്ടാവും അതില്. പിക്ചറും കൂടെ ഒട്ടിക്കണം. കുറച്ചുകൂടെ വലുതാക്കാം, എന്റെ ഇത്തിരി ചെറുതായിപ്പോയി. ചെറുതായത് കൊണ്ടാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എത്ര എണ്ണം ഉണ്ടാകുന്ന നമ്പേഴ്സ് ഉണ്ടോ? എത്ര? ഒരു മിനിമം ഒരു 4 or 5 ഉണ്ടാക്കി വെക്കൂ. നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന അത്രയും മാക്സിമം ഉണ്ടാക്കാം. കാരണം നമ്മൾ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തൽക്കാലം നമുക്ക് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഒരു 4 or 5 എങ്കിലും മിനിമം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. മിസ്സേ കളർ കാർഡും കൂടി ഒന്ന് കാണിച്ചു തരുമോ? കളർ ടാബ്ലറ്റ് അത് എത്ര എണ്ണം വേണ്ടി വരും? എത്ര കളറാണ്, ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ? കളർ ടാബ്ലറ്റ്സ്, അതായത് കളർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അപർണ മിസ് പറഞ്ഞല്ലേ, അത് നമ്മളുടെ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു സെൻസോറിയൽ ഏരിയയിലെ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ കളർ ടാബ്ലറ്റ്സ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷറി ഉണ്ട്. പ്രൈമറി 3 കളേഴ്സ് ആണ്, സെക്കൻഡറിയിൽ 11 കളേഴ്സ് ആണ്. കുട്ടികൾ സാധാരണ ചെയ്യുന്നത് സെക്കൻഡറി ആണ്. കാരണം എന്താന്ന് വെച്ചാൽ പ്രൈമറിയിലെ 3 കളറും ഈ സെക്കൻഡറിയിൽ വരും. ഓക്കെ, അതുകൊണ്ട് 11 കളേഴ്സ് ആണ് ചെയ്യേണ്ടത്. അത് സെറ്റ് ആയിട്ടാണ്, അതായത് 2 എണ്ണം ഉണ്ടാവും, ഒരു കളർ തന്നെ 2 എണ്ണം ഉണ്ടാവും, അങ്ങനെ 22. അല്ലാതെ കളർ കാർഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള നമ്മുടെ കളറുകൾ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ഒരു ഷേപ്പില് നിങ്ങൾ ഫിൽ ചെയ്യുക, അത് മാത്രം. അതിന് 4 or 5 അത് വേറെ കളർ കാർഡ്, വേറെ കളർ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കളർ ബോക്സ് വേറെ. ഞാൻ ചുമ്മാ ഒരു അബ്സ്ട്രാക്ട് എന്തോ ഒരു ഷേപ്പ് വരച്ചു. ഇത് തന്നെ നിങ്ങൾക്ക് വേറൊരു രീതി ചെയ്യാം. ജോമെട്രിക്കൽ ഷേപ്പ് വരച്ച് അങ്ങനെ കളർ ചെയ്യാം. അപ്പൊ കുട്ടി ജോമെട്രിക്കൽ ഷേപ്പും പഠിക്കും, കളറും പഠിക്കും. ഇത് എത്ര കളർ വേണ്ടി വരും? നമ്മളുടെ കോമൺ കുറച്ച് നമ്മൾ ചുറ്റുപാടും കാണുന്ന കളറുകൾ ഉണ്ടല്ലോ, വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റെഡ്, അതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കാണുന്ന കളറ്. യെല്ലോ, അത് മാത്രം ഒന്ന് ഒട്ടിച്ചു വെക്കുക. കളർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്പിൽ കളർ ആക്കിയാലും മതി, അല്ലെങ്കിൽ കളർ പേപ്പർ ജോമെട്രിക്കൽ ഷേപ്പിൽ
കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. സബ്റ്റി നിങ്ങളുടെ ഇഷ്ടം. ഇത് സ്റ്റിക്ക് പോലെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് അങ്ങനെ സ്റ്റിക്ക് അങ്ങനെ ചെയ്യാട്ടോ. ആരോ ഒരാൾ ചെയ്തത് എനിക്കൊരു ഓർമ്മയുണ്ട്. ഓറഞ്ച് കളറ്, ആ ഓറഞ്ച് ഫ്രൂട്ട് തന്നെ വെച്ചിട്ട് അങ്ങനെ ക്യാരറ്റ് ആ ഒരു കളറ്, പിന്നെ ഗ്രീൻ കളറിൽ ലീഫോ, പിന്നെ റെഡ് കളറിൽ ആപ്പിൾ, അങ്ങനെ കളറ്. അപ്പൊ ഫ്രൂട്ട്സും ആ രീതിയിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ സബ്റ്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിൽ തെറ്റ് ശരിയെന്നൊന്നും ഇല്ല. നമ്മളുടെ ആ കൺസെപ്റ്റ് കിട്ടിയാൽ മതി, ആ ഒരു തീം. മാം, നെക്സ്റ്റ് ഡൗട്ട് അസൈൻമെന്റ് റിലേറ്റഡ് ആണ്. ഞങ്ങൾ 19 ബാച്ചിന് ആദ്യത്തെ 4 എണ്ണമാണ് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പൊ ബാക്കി ഞങ്ങള് തനിയെ ചെയ്യണോ അതോ മാം ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ആ 10 എണ്ണത്തിന്റെ ആണോ? 10 ക്വസ്റ്റിന്റെ ആണോ? യെസ് മാം, അതെ അതെ. അതൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒന്ന് നിൽക്കൂ. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അതിപ്പോ പറയണോ? അല്ല, മാമിന്റെ സമയം പോലെ ഞങ്ങള് റെഡിയാണ്. മാമിന്റെ സമയം പോലെ മതി. 1 വീക്ക് കഴിഞ്ഞിട്ടാവുമ്പോഴേക്കും നിങ്ങൾക്ക് എഴുതാനുള്ള സമയം അത്രയും ലേറ്റ് ആവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. 4 എണ്ണല്ലേ പറഞ്ഞുള്ളൂ. കുഴപ്പമില്ല മാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലും മതി. അപ്പൊ അതുവരെ ബാക്കിയുള്ള വർക്കുകളൊക്കെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇനി ചില ദിവസങ്ങളില്, അതായത് നമ്മളിപ്പോ ഒരു ടോപ്പിക് ഇങ്ങനെ എടുത്ത് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ പോകുമ്പോഴേക്കും 12:30 ആയി, ആ ടോപ്പിക് അവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്കും ആ ഒരു ഫ്ലോ പോകുന്നു, എനിക്കും അത് പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. 1:30-ക്കല്ലേ PGയുടെ ക്ലാസ്, PGക്ക്. നമ്മൾ അവിടെ വെച്ചിട്ട് അങ്ങ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് വീണ്ടും ആദ്യം ചിലപ്പോ തുടങ്ങിയാലേ എനിക്കൊരു സമാധാനം കിട്ടും. അപ്പൊ ജസ്റ്റ് ആ ഒരു ടോപ്പിക് അങ്ങ് തീരുന്നവരെ നമുക്കങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഉള്ളിൽ ശരിക്കും കയറേണ്ടത്. ബാക്കി വേണ്ടാന്നല്ല കേട്ടോ. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണക്റ്റഡ് ആണ്. കുട്ടികളുടെ ആരോഗ്യം, അസുഖങ്ങള്, അതിനു വേണ്ടുന്ന പ്രിവെൻഷൻ, കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ നമ്മളൊക്കെ കുറെ കണക്റ്റഡ് ആണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് ഇങ്ങനെയായിരുന്നു ഞാൻ ആ കുട്ടിയെ കാണേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി വരണേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ട്യൂഷൻ എടുക്കുന്നവരിൽ തന്നെ ആ ഒരു ഇൻസൈറ്റ് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ സ്വയം തോന്നിയത് മാത്രമല്ല, ട്യൂഷന് വന്ന കുട്ടികളിലെ മാറ്റം, കുട്ടികളുടെ പാരന്റ്സ് പറഞ്ഞ മാറ്റം, അതൊക്കെ അതിന്റെ റിസൾട്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ നോക്കുമ്പോ ചിലപ്പോ ആദ്യത്തെ പോലെ നമ്മള് ലൈൻ ബൈ ലൈൻ ഒന്നും വായിച്ചൊന്നും പോകില്ലായിരിക്കും. അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടല്ല ഇത്. വളരെ ടഫായിട്ട് അതിനകത്ത് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ പോയാലാണ് നമുക്കത് പിടികിട്ടുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കി ചിലപ്പോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് വായിക്കുമ്പോഴേക്കും ഐഡിയ കിട്ടും. അല്ലാതെ വായിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. അതിന്റെ കണ്ടന്റ് അതുപോലെ ആ രീതിയിലാണ് എഴുതിയേക്കുന്നത്. അതൊക്കെ ഒന്ന് സിമ്പിൾ ആക്കാനുള്ള ഒരു പണിയില്ല. അതിന് സമയം കിട്ടുമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ, റെക്കോർഡിലേ ലാസ്റ്റ് ഹൈഡിങ് അനിമൽസ് ഇല്ലേ, അത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് പിൻ ചെയ്യട്ടെ. ഒന്നുകൂടെ കാണിച്ചേ. മിസ്സേ കാണാനുണ്ടോ? കുറച്ചുകൂടെ മുകളിലേക്ക് പിടിക്കൂ. ഹൈഡിങ് അനിമൽസ് എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് മതി. ഇത് പോരാ മിസ്സേ? മതി. പിക്ചർ പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ? മാച്ച് ഫോളോ ചെയ്യും പോലെ പിക്ചർ പൊട്ടിച്ചിട്ടുണ്ട്. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതില് ആ റിവേഴ്സ് കളറിങ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിനോട് ചോദിച്ചില്ലേ, ആൽഫബറ്റ്സും ഡിജിറ്റ്സും അതിങ്ങനെയല്ലേ ചെയ്യേണ്ടത്? കാണാം. ആൽഫബറ്റ്സ് കുഴപ്പമില്ല, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വലിപ്പം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളർ ചെയ്യാൻ കുറച്ചൊരു സ്പേസ് കിട്ടും. നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വലിപ്പത്തിൽ കൊടുക്കും. കാരണം ഇപ്പൊ ഷെയ്ഡിങ് പാർട്ട് കുറേ ഉണ്ട്, ആൽഫബറ്റ്സ് അതിനകത്ത് കുഞ്ഞായിട്ടിരിക്കും. മറ്റൊന്നും വരുത്തണ്ട. നമ്മളിനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഒരുമിച്ച് ഫുൾ ആൽഫബറ്റ്സും ചിലപ്പോൾ കൊടുക്കില്ല. ചിലപ്പോൾ ഒരു ദിവസം 2 എണ്ണം അല്ലെങ്കിൽ ഒരു ദിവസം 4 എണ്ണം. അപ്പൊ ചെറിയ പേപ്പറിൽ ആൽഫബറ്റ്സ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിലും ഷെയ്ഡിങ് പോർഷൻ കുറയ്ക്കുക. ആ രീതിയിൽ ചെയ്താൽ കാണിച്ചോട്ടെ. ഇങ്ങനെയാണോ നോക്കുവോ? നോക്കാം.
ഞാൻ ഇങ്ങനെയാ എഴുതിയ. ഹൈഡിങ് അനിമൽസ് ആണോ? ഹൈഡിങ് ആനിമൽസ്. അതിന് കുറച്ച് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് വാക്കുകൾ സെന്റൻസ് ഇട്ടിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ ഹൈഡിങ് ക്രീച്ചറും ഇങ്ങനെയാ വരച്ചേ. ഉള്ളിൽ പൂമ്പാറ്റ മുകളിലും. തന്നെ വരച്ചാണോ? അതെ. വെരി ഗുഡ്. ഇത് വരുന്നേ. സ്റ്റോറി ബേസിൽ ഞാനൊരു ഫോട്ടോ എടുത്ത് ഒട്ടിച്ചതായിരുന്നോ? അത് കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ മിസ് പറഞ്ഞില്ലേ ഇത് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളതും ഫോട്ടോ ഒട്ടിച്ചോ? മതി, കുഴപ്പമില്ല, അത് പ്രോബ്ലം ഇല്ല. നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റും ചെയ്യാം, തന്നെ വരയ്ക്കാം. കലണ്ടർ മാത്രം ചെയ്യാൻ ബാക്കിയുണ്ട്. എല്ലാരും ഓൺ ദ ഗോ ആണ്. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ അപ്പാരറ്റസിന്റെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, PDF മിസ് അയച്ചിട്ടുണ്ട്, അത് 12 പേജിന്റെ ഉണ്ട്, 7 പേജുണ്ട്, അത് രണ്ടും ഒട്ടിക്കണോ? 12 പേജിലാണ് ഫുള്ളുള്ളത്. ലാസ്റ്റ് വന്നില്ലേ? പക്ഷെ ഞങ്ങള് 7 പേജുള്ളത് ആദ്യം എടുത്തിട്ട് അത് നല്ല വലുപ്പത്തിൽ ഒട്ടിച്ചു പോയി. ഇനിയിപ്പോ ഒട്ടിക്കുമ്പോ റൈറ്റ് സൈഡില് എന്താണോ എഴുതിയിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ ഒട്ടിച്ചത്? ഒട്ടിച്ചത് തന്നെയാണ്, പക്ഷെ മറ്റേ 12 ഉള്ളത് എടുത്തില്ല. സാരില്ല. ഇനി നമ്മൾ ഒട്ടിക്കാത്ത പിക്ചേഴ്സ് മറ്റേതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരൊറ്റ പേജിലോ 2 പേജിലോ ആക്കി പ്രിന്റ് എടുത്തിട്ട് അത് ലാസ്റ്റ് പേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിച്ചു വെച്ചോളൂ. പേര് അതിനകത്ത് ഉണ്ടല്ലോ. ഓക്കെ മാം. ഓക്കെ, ബൈ. എന്തെങ്കിലും ഉണ്ടോ? Thank you, ma'am. Thank you. Thank you, ma'am. Thanks, miss. Thank you, ma'am.